ബയോളജി ക്ലാസിഫിക്കേഷന്റെ സമ്മറി ഇട്ടപ്പം എല്ലാ മക്കളും കമന്റിൽ പറഞ്ഞ ചാപ്റ്റർ ആണ് മക്കളെ പ്ലാന്റ് കിങ്ഡം. ബയോളജിയിൽ ബോട്ടണിയിൽ 9 ചാപ്റ്റർ ഉണ്ടെങ്കിലും ഏറ്റവും ടഫ് ഫോട്ടോസിന്തസിസ് ആണെങ്കിലും ഇവനാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പണിയാകുന്ന ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം. അത് നമ്മൾ വേഗം ഒന്ന് നോക്കാൻ പോവാ. വേഗം നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും വരാൻ പോകുന്ന ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാ മക്കളെ. ഇന്ന് ഈ ചാപ്റ്റർ നമ്മൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചെടുത്തിരിക്കും മക്കളെ. അപ്പൊ എന്റെ പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ തക്കുടുകളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇതിന്റെ വെയിറ്റേജ് മെയിൻ എക്സാമിന് 4 മാർക്കിനാണ് ചോദിക്കല്. ശ്രദ്ധിച്ചിരുന്നോ? ഒട്ടുമിക്കവർക്കും ടഫായ ചാപ്റ്റർ ഇന്ന് നമ്മൾ സിമ്പിൾ ആക്കാൻ പോവാ. ആദ്യമേ നമ്മൾ പഠിക്കുന്നത് പ്ലാന്റ് കിങ്ഡം ആണ്. എന്താണ് സാറേ പ്ലാന്റ് കിങ്ഡത്തെ നമ്മൾ പറയുന്നത്? ശ്രദ്ധിച്ചോ. പ്ലാന്റ് കിങ്ഡത്തിൽ ആദ്യം പറയുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനുമാണ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ അറിയാമോ? പ്ലാന്റുകളെ തരംതിരിക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? കുറഞ്ഞ് ക്യാരക്ടർ വെച്ച്. ഒരുപാട് ക്യാരക്ടർ നമ്മൾ നോക്കൂല. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ക്യാരക്ടറുകളെ നമ്മൾ പരിഗണിക്കാറില്ല. കൂടുതൽ ക്യാരക്ടറുകളെ പരിഗണിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഏതാ? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാ. ആർട്ടിഫിഷ്യലിൽ കുറഞ്ഞ ക്യാരക്ടർ, ലെസ് ക്യാരക്ടേഴ്സാ. മോർ ക്യാരക്ടേഴ്സ് എവിടാ പരിഗണിക്കുക? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ പരിഗണിക്കാറ്. ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്താൻ ഈ 3 സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ഒന്നാമത്തത് സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി. ഈ 3 സാധനങ്ങളുടെ ഹെൽപ്പ് കാരണമാ ഏത് നടത്താറുള്ളത്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്താറുള്ളത്. എന്താണ് സാറേ സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ? സൈറ്റോ പേര് തന്നെയുണ്ട്. സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? സെൽ എന്ന അർത്ഥം. സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിളിക്കുക? സെൽ അർത്ഥം. സെല്ലിന്റെ ഡീറ്റെയിൽസ്, സെല്ലുലാർ ഡീറ്റെയിൽസ്, സെല്ലിന്റെ ഉള്ളിലെ സെല്ലിന്റെ ഡീറ്റെയിൽസ് വെച്ചുള്ളതാണ് സൈറ്റോ ടാക്സോണമി. കീമോ ടാക്സോണമി എന്താ? കീമോ എന്ന് പറഞ്ഞാൽ കെമിക്കലിന് വെച്ചുള്ളതാണ് കീമോ ടാക്സോണമി. ബേസ്ഡ് ഓൺ കെമിക്കൽസ് പ്രസന്റ് ഇൻ എ സെൽ. അടുത്ത നോക്ക് മക്കളെ, ന്യൂമറിക്കൽ ടാക്സോണമി. ഏറ്റവും ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽ ടാക്സോണമിയാ. എന്താ സാറേ ന്യൂമറിക്കൽ ടാക്സോണമി? ശ്രദ്ധിച്ചോ. ഒരു പ്ലാന്റ് എടുത്തു, ആ പ്ലാന്റിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചു. എന്താ മോർഫോളജി ക്യാരക്ടർ എന്ന് പറഞ്ഞാല്? പുറത്തുനിന്ന് കാണുന്ന ക്യാരക്ടറുകൾ. ഈ മോർഫോളജി ക്യാരക്ടേഴ്സ് നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചു. ഓരോ ക്യാരക്ടറിനും എന്ത് കൊടുത്തു? കോഡുകളോ നമ്പറോ കൊടുക്കണം. മോർഫോളജിക്കൽ ക്യാരക്ടർ എഴുതി വെച്ചു സാറേ. എന്നിട്ട് ആ ക്യാരക്ടർക്ക് കോഡുകളോ നമ്പറോ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ വെച്ച് അനലൈസ് ചെയ്യുന്നു. ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വെച്ച് പ്ലാന്റുകളെ വലിയ രീതിയിലൊന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയ ക്യാരക്ടറുകൾ അവരെ പരിഗണിച്ചിട്ടുള്ളത്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനില കൂടുതൽ ക്യാരക്ടറുകൾ പ്ലാന്റിന്റെ പഠിക്കാൻ പറ്റിയത്. അത് നടത്തണമെങ്കിൽ ഈ 3 സാധനങ്ങൾ വേണം. സൈറ്റോ ടാക്സോണമി, സെല്ലിന്റെ ഡീറ്റെയിൽസ് വെച്ച വർക്ക് ചെയ്യുക. കീമോ ടാക്സോണമി, സെല്ലിന്റെ ഉള്ളിലെ കെമിക്കൽസിനെ വെച്ച വർക്ക് ചെയ്യുക. ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്പർ എന്നാണ് അർത്ഥം. എല്ലാ ക്യാരക്ടർക്കും ഓരോ നമ്പർ കൊടുത്തു. ആ നമ്പറുകളെ കമ്പ്യൂട്ടറിനെ വെച്ച് അനലൈസ് ചെയ്തു. ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന മക്കളെ. അടുത്ത പ്ലാന്റ് കിങ്ഡം. ഇനിയാണ് നമ്മുടെ മെയിൻ ചാപ്റ്റർ. സാർ എന്താ പ്ലാന്റ് കിങ്ഡം? നമ്മൾ പഠിച്ചു കിങ്ഡം പ്ലാന്റ്, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ പ്ലാന്റ് പഠിച്ചു. ഇതിൽ 4ാമത്തെ കിങ്ഡമാ കിങ്ഡം പ്ലാന്റ്. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കുന്ന പ്ലാന്റ് കിങ്ഡം ഉണ്ടല്ലോ, പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ അതേതാ? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർമകള്, ആൻജിയോസ്പെർമകള്. ഇതൊക്കെ എന്താ? ഈ പ്ലാന്റുകളെ ഈ 5 ഗ്രൂപ്പ് ആക്കിയത് RH വിറ്റാക്കർ അല്ല. ഈ 5 ഗ്രൂപ്പ് ആക്കിയ സയന്റിസ്റ്റുകൾ ആരാ? എപ്പോഴും ചോദിക്കാറുണ്ട്. പ്ലാന്റ് കിങ്ഡത്തെ ക്ലാസിഫൈ ചെയ്തത് ആരാ? ബെന്തം ആൻഡ് ഹുക്കർ. ആരാ മക്കളെ? ബെന്തം ആൻഡ് ഹുക്കറാ. ബെന്തമും ഹുക്കറും കൂടെ പ്ലാന്റ് കിങ്ഡത്തെ 5 ഗ്രൂപ്പ് ആക്കി. ഏതൊക്കെയാ സാർ? ആൽഗെ ഫസ്റ്റ് ഗ്രൂപ്പ്. അതിനുശേഷം വരുന്നത് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഈ 5 ഗ്രൂപ്പ് ആക്കിയത് ആരാണ് സാറേ പ്ലാന്റിനെ? ബെന്തം ആൻഡ് ഹുക്കർ. ഈ 2 സയന്റിസ്റ്റുകളാ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാ? ചെറിയ പ്ലാന്റുകൾ ആരാ സാറേ? ആൽഗകളാണ് ചെറിയ പ്ലാന്റുകൾ. ആൽഗകൾ യൂണിസെല്ലുലാർ ആൽഗകൾ ഉണ്ട്, ഒറ്റ സെല്ലുള്ള ആൽഗകൾ ഉണ്ട്. അവിടെ തൊട്ട് 100 മീറ്റർ ഹൈറ്റ് വളരുന്ന ആൽഗകൾ വരെ ഉണ്ട്.
ചെറിയ ആൽഗകൾ യൂണിസെല്ലാർ ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. ഒരു വട്ടം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, സാർ യൂണിസെല്ലാർ ആൽഗയ്ക്ക് എക്സാമ്പിൾ ഏതാ? ക്ലാമിഡോമോണാസ്. ആ യൂണിസെല്ലാർ മുതൽ 100 മീറ്റർ ഹൈറ്റ് വളരുന്ന ആൾക്കാർ വരെ ഉണ്ട്. 100 മീറ്റർ ഹൈറ്റ് വളരുന്ന ആൽഗയുടെ പേരാ കെൽപ്പ്. നല്ല കെൽപ്പുള്ളവനാ, 100 മീറ്ററിൽ വളരാൻ നല്ല കെൽപ്പുള്ളവനാ, കെൽപ്പ് എന്നാ വിളിക്കുക ആൽഗേനെ. ചിലര് കൊളോണിയൽ എന്ന് പറഞ്ഞാൽ കൂടി നിൽക്കും, സെല്ലുകൾ കൂടി നിൽക്കും, സെല്ലുകൾ കൂടി നിൽക്കാറുണ്ട് ചില ആൽഗേന്റെ. അതേതാ? വോൾവോക്സ്. ആരാ? വോൾവോക്സ്. ചില ആൽഗകൾ ഫിലമെന്റസാ, നീളത്തിലാ കാണുക. അതിന് എക്സാമ്പിളാ സ്പൈറോഗൈറ, യുലോത്രിക്സ് ഒക്കെ. മനസ്സിലായോ? യൂണിസെല്ലാർ ആൽഗയുണ്ട് സാറേ, 100 മീറ്ററിൽ വളരുന്ന ആൽഗയുണ്ട് സാറേ, കോളനിയാകുന്ന ആൽഗയുണ്ട് സാറേ, ഫിലമെന്റ് പോലുള്ള ആൽഗകളുമുണ്ട് സാറേ. ഇത്രയാണ് ആൽഗന്റെ ഇൻട്രൊഡക്ഷൻ. ഞാൻ വേഗം പറയണത്. ഇവിടെ വേറെ കുറെ പഠിക്കാണ്ട് കേട്ടോ. ഒരു മറൈനാണ്, ഫ്രഷ് വാട്ടറിൽ കാണാറുണ്ട്, പിന്നെന്താ താലസ് ആണ്, താലോയിഡ് ബോഡിയാണ്, അതൊക്കെ കുറെ പഠിക്കാണ്ട്. അതൊന്നും പരീക്ഷയ്ക്ക് വരാത്തോണ്ടാണ്, സമയം കുറവായോണ്ടാണ് ഞാൻ വേഗം ഡിസ്കസ് ചെയ്ത് പോകുന്നത്, ഇമ്പോർട്ടന്റ് മാത്രം. ഇനി പറ, ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് വെരി കിങ്ങിണി. നിങ്ങളുടെ സ്കൂളിൽ ഏത് ടീച്ചർ ഈ പ്ലാന്റ് കണ്ടെത്തിയത് ചോദ്യമിട്ടാലും ഈ ഒരു ഭാഗത്തുനിന്ന് എന്തായാലും ചോദ്യം വരും. ആൽഗേന്റെ ടൈപ്പുകൾ എന്തൊക്കെ? 3 ടൈപ്പ് ആൽഗെ: ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. ഇതാണ് 3 ആൽഗകൾ. ക്ലോറോഫൈസിന്റെ വേറൊരു പേരെന്താ? ഗ്രീൻ ആൽഗെ. ക്ലോറോഫിൽ പച്ച കളറുള്ള പിഗ്മെന്റാ. ക്ലോറോ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിന് അർത്ഥം. ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗിയ സാറേ. റോഡോഫൈസിയെ പേര് തന്നെ റെഡ്. റോഡോഫൈസിയ റെഡ് ആൽഗയാണ്. ക്ലോറോഫൈസിന്റെ ഉള്ളിൽ പിഗ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാ? ക്ലോറോഫിൽ എയും ബിയും അവരുടെ പിഗ്മെന്റ്. ഫിയോഫൈസിന്റെ ഉള്ളിലോ ക്ലോറോഫിൽ എയും സിയുമാണ് പിഗ്മെന്റ്. റോഡോഫൈസിന്റെ ഉള്ളിൽ ക്ലോറോഫിൽ എയും ഡിയുമാണ്. സിമ്പിളാ, എ കോമൺ എല്ലായിടത്തും. ഇത് എ ബി, ഇത് എ സി, ഇത് എ ഡി എന്ന് കൊടുക്കാം. അടുത്ത, ഇനി അഡീഷണൽ പിഗ്മെന്റ് ഉണ്ടോ? ക്ലോറോഫൈസിൽ ക്ലോറോഫിൽ എയും ബിയും മാത്രമേ ഉള്ളൂ, അഡീഷണലി പിഗ്മെന്റ് ഇല്ല. അഡീഷണലി പിഗ്മെന്റ് ഇല്ലാത്തത് ഏതാ? ക്ലോറോഫൈസിയിലാണ്. എന്നാൽ ഫിയോഫൈസിയിലേക്ക് വാ മക്കളെ. ക്ലോറോഫിൽ എയും സിയും ഉണ്ട് സാറേ. ആ പിഗ്മെന്റ് മാത്രമല്ല, വേറെ അഡീഷണൽ ആയിട്ട് ആരും കൂടെ കാണും, ഫ്യൂക്കോസാന്തിൻ. ഏതാ സാർ ആ പിഗ്മെന്റിന്റെ പേര്? ഫ്യൂക്കോസാന്തിൻ എന്ന പിഗ്മെന്റും കാണും. റോഡോഫൈസിയിലേക്ക് വരുമ്പോൾ കാണുന്ന അഡീഷണൽ പിഗ്മെന്റ് ആണ് ആർ ഫൈക്കോ എരിത്രിൻ. എന്താ വിളിക്കുക? ആർ ഫൈക്കോ എരിത്രിൻ എന്നാ വിളിക്കുക. അടുത്ത് നോക്ക് മക്കളെ, ക്ലോറോഫൈസിയിലേക്ക് തന്നെ വാ. ക്ലോറോഫൈസിന്റെ സെൽ വോള് 2 ആയിട്ടാ കാണുക. ഇന്നർ, അകത്തൊരു സെൽ വോൾ ഉണ്ട്, പുറത്തൊരു സെൽ വോൾ ഉണ്ട്. അങ്ങനെ പ്ലാന്റുകൾക്ക് എപ്പോഴും 2 സെൽ വോളാ. ഇന്നർ സെൽ വോൾ, അതാണ് സെക്കൻഡറി സെൽ വോൾ. ഇന്നർ ആണ് പ്രൈമറി സെൽ വോൾ, പുറത്ത് കാണുന്ന സെക്കൻഡറി സെൽ വോൾ. അങ്ങനെയാണ്. ഇന്നർ സെൽ വോള് സെല്ലുലോസ് വെച്ചുണ്ടാക്കി ക്ലോറോഫൈസിയന്റെ. സെൽ വോള്, ഔട്ടർ സെൽ വോള് പെക്റ്റിൻ വെച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലോറോഫൈസിയക്ക്. ഇന്നർ സെൽ വോള് സെല്ലുലോസ് ആണെങ്കിൽ ഔട്ടർ സെൽ വോൾ ആരാ സാറേ? പെക്റ്റിനാ. ഇനി ഫിയോഫൈസിയിലേക്ക് വാ. ഇന്നർ സെൽ വോള് സെല്ലുലോസ് തന്നെ, പക്ഷെ ഔട്ടർ സെൽ വോള് ആൽജിൻ വെച്ച ഉണ്ടാക്കിയിരിക്കുന്നത്. സാർ അവിടെ ആരായിരുന്നു സാർ? ഇവിടെ പെക്റ്റിൻ ആയിരുന്നു മക്കളെ. ഇവിടെ ആരാ? ആൽജിനാ സാറേ. അടുത്ത് നോക്കേ, റോഡോഫൈസിയിലേക്ക് വാ. ഇന്നർ സെൽ വോള് സെല്ലുലോസ് ആണ്, ഔട്ടർ ക്ലോറോഫൈസിയെ പോലെ തന്നെ പെക്റ്റിൻ ആണ്. ഇത് സെല്ലുലോസ് പെക്റ്റിന്, സെല്ലുലോസ് ആൽജിന്, ഇത് സെല്ലുലോസ് പെക്റ്റിന്. ഓക്കെ, ഇതും സെയിമാ. അടുത്ത് നോക്കുക മക്കളെ, സോൾഡ്. ഇവരെങ്ങനെയാണ് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക? നോക്കെ, ക്ലോറോഫൈസ് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ 3 രൂപത്തിലാ. സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്, ഓയിൽ ഡ്രോപ്ലെറ്റ്, എണ്ണക്കടി പോലെ എണ്ണകളായിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സാധനമാണ് പൈറിനോയിഡ്സ്. എന്താ വിളിക്കുക? പൈറിനോയിഡ്സ് ആയിട്ടും സ്റ്റോർ ചെയ്യാറുണ്ട്. എന്താ സാറേ പൈറിനോയിഡ് എന്ന് പറഞ്ഞാൽ? നടുക്ക് പ്രോട്ടീൻ ആയിരിക്കും, ചുറ്റിനും സ്റ്റാർച്ച് ആയിരിക്കും. പ്രോട്ടീനെ സ്റ്റാർച്ച് വലയം വെക്കുക. ഇത് പ്രോട്ടീൻ ആന്നിരിക്കട്ടെ, അതിന് ചുറ്റിനും സ്റ്റാർച്ച് കാണും. പ്രോട്ടീന് ചുറ്റും സ്റ്റാർച്ച് നിന്നാൽ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാ പൈറിനോയിഡ്സ്. ഈ പൈറിനോയിഡ് ആയിട്ടാ ഫുഡ് സ്റ്റോർ ചെയ്യുക. ആര്? ക്ലോറോഫൈസിയെ. ചോദിക്കും, ഏത് ആൽഗയിലാ പൈറിനോയിഡ്സ് കാണുക? ക്ലോറോഫൈസിയെ. എന്താണ് പൈറിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ സെന്റർ. പ്രോട്ടീൻ ആണ് സെന്റർ. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച് ഗ്രാന്യൂൾസ്. പ്രോട്ടീൻ സെന്റർ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച് ഗ്രാന്യൂൾ, അതാണ് പൈറിനോയിഡ്സ്. ഫിയോഫൈസിയിലേക്ക് പോവാ മക്കളെ. അവര് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത് ലാമിനാറിനായിട്ടും മണ്ണിത്തോളുമായിട്ടാ. ലാമിനാറിൻ ആൻഡ് മണ്ണിത്തോൾ, ഈ 2 രൂപത്തിലാണ് ഫിയോഫൈസിയെ ഫുഡ് സ്റ്റോർ ചെയ്യുക. ഇനി റോഡോഫൈസിയിലേക്ക് പോവാ മക്കളെ. റെഡ് ആൽഗകൾ അവരെങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്യുക? ഫ്ലോറിഡീൻ സ്റ്റാർച്ച് ആയിട്ട്. എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? ഫ്ലോറിഡീൻ സ്റ്റാർച്ച് ആയിട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഈ നാച്ചുറൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഈ 3 സാധനം വേണമെന്ന് പഠിച്ചു.
ബന്ധമോ ഉക്കറും 5 ഗ്രൂപ്പാക്കിയത് പഠിച്ചു. ആൽഗകളുടെ സൈസ് വെച്ച് നമ്മൾ പറഞ്ഞു. ആൽഗകളുടെ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഓർത്ത് വെച്ചോ. എന്താ സാർ പൈറിനോഡ് എന്ന് പറഞ്ഞാൽ? സ്റ്റാർച്ചിനെ സറൗണ്ട് ചെയ്ത് പ്രോട്ടീൻ കാണുക. പ്രോട്ടീനെ സറൗണ്ട് ചെയ്ത് സ്റ്റാർച്ച് കാണുക. പ്രോട്ടീനാണ് സെൻട്രൽ. ഓർത്താതി പൈറിനോഡ് പി 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 പ്രോട്ടീൻ ആണ് സെൻട്രൽ, അല്ലാതെ സ്റ്റാർച്ച് അല്ല സെൻട്രൽ. ഇനിപ്പാ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 2 മാർക്കും ചോദിക്കും. സാർ ആൽഗേന്റെ ഉപയോഗം എന്താ? എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. പ്രകൃതിക്ക് ആൽഗേനെ കൊണ്ട് ഉപയോഗങ്ങൾ എന്തൊക്കെയാ? നമുക്ക് ആൽഗേനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താ? എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നോ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നും എഴുതാം, ഒരു പ്രശ്നവും. നോക്കൂ മക്കളെ, ഈ ഭൂമിയിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ ആ 50%, പകുതിയിലേറെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വലിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് ആരാ? ആൽഗകളാ. ലോകത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ അതിന്റെ പകുതിയിലേറെ 50%ഓളം കാർബൺ ഡൈ ഓക്സൈഡിനെ സൂക്ഷിച്ചു വെക്കുന്നത് ആരാ? ഫിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക. ഫിക്സ് 50% ഓഫ് അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ്. അറ്റ്മോസ്ഫിയറിലുള്ള 50% കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുന്നത് ആരാ? ആൽഗകളാണ് സാറേ. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്താ സാറേ? ഫിക്സ് 50% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ. ഫിക്സ് 50% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ. രണ്ടാമത്തെ എന്താ? ഇവരെ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ. ഏതൊക്കെയാ? ലാമിനാറിയ, ആൽഗയ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. സർഗാസം, ലാമിനാർ, ആൽഗയ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ക്ലോറല്ല, സ്പേസിൽ പോകുന്നവരുണ്ടല്ലോ, സ്പേസ് ട്രാവലേഴ്സ്, അവരുപയോഗിക്കുന്ന ഫുഡാണ് ക്ലോറല്ല. അടുത്ത ഈ ആൽഗയെന്നാണ് ഹൈഡ്രോക്ലോയിഡ് ഉണ്ടാകുക. ആൽഗയെന്നാണ് സാറേ ഹൈഡ്രോക്ലോയിഡ് ഉണ്ടാക്കുക. എന്താ സാർ ഹൈഡ്രോക്ലോയിഡ്? വാട്ടറിനെ വലിച്ചെടുക്കുന്നവർ, വാട്ടറിനെ ഹോൾഡ് ചെയ്യുന്നവർ, വാട്ടറിനെ സൂക്ഷിച്ചു വെക്കുന്നവർ, അവരാണ് ഹൈഡ്രോക്ലോയിഡ്. വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്, അതാണ് സാർ ഹൈഡ്രോക്ലോയിഡ്. ഹൈഡ്രോക്ലോയിഡിന് എക്സാമ്പിൾ ആണ് ആൽജിന്, കറാജിന്, അഗർ. എപ്പോഴും 1 മാർക്കിന് ചോദിക്കും മാച്ച് ദ ഫോളോയിങ്. ആൽജിൻ, കറാജിൻ, അഗർ, ഇവർ 3 ആരാ? ഹൈഡ്രോക്ലോയിഡാ സാറേ. ആൽജിൻ, കറാജിൻ, എന്താ, അഗറൊക്കെ എന്താ? ഹൈഡ്രോക്ലോയിഡുകളാ. എല്ലാ ഹൈഡ്രോക്ലോയിഡ് എവിടുന്നാ കൊണ്ടുവരിക? ആൽഗേന്നാ ഉണ്ടാക്കുക. ആൽജിൻ എന്ന് പറയുന്ന ഹൈഡ്രോക്ലോയിഡ് ഏത് ആൽഗേന്നാ വേർതിരിച്ചേ? ബ്രൗൺ ആൽഗേന്നാ വേർതിരിച്ചേ. കറാജീനും അഗറും ഇത് രണ്ടും ഹൈഡ്രോക്ലോയിഡാ, അവരും ആൽഗേന്ന് ഉണ്ടാക്കിയേ. ഈ 2 പേരും ഉണ്ടാക്കിയെടുത്തത് റെഡ് ആൽഗേന്നാണ്. കറാജീനും അഗറും ഉണ്ടാക്കിയത് റെഡ് ആൽഗേന്ന്, ആൽജിൻ ഉണ്ടാക്കിയത് ബ്രൗൺ ആൽഗേന്ന്. ആ ഉണ്ടാക്കിയെടുത്ത റെഡ് ആൽഗകൾ ഇത് 2 മക്കളെ, ജെലിഡിയം ആൻഡ് ഗ്രേസിലിയറിയ. എപ്പോഴും ചോദിക്കും സാർ അഗർ ഒരു റെഡ് ആൽഗേന്നാ ഉണ്ടാക്കിയേ, അല്ലെ? അഗർ ഒരു റെഡ് ആൽഗേന്നാ ഉണ്ടാക്കിയേ. അഗർ വേർതിരിച്ചെടുത്തത് ഏത് റെഡ് ആൽഗേന്നാ? പറ. ജെലിഡിയം ഗ്രേസിലേറിയ. മനസ്സിലായോ? ഓക്കെ, ഹൈഡ്രോക്ലോയിഡുകളുടെ യൂസ് എന്താ? ഈ വാട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ഹൈഡ്രോക്ലോയിഡുകളുടെ യൂസ് എന്താണെന്നറിയാമോ? ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ജെല്ലി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഐസ്ക്രീമും ജെല്ലിയും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഹൈഡ്രോക്ലോയിഡ്. ഹൈഡ്രോക്ലോയിഡിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? ആൽജിൻ, കറാജിൻ, അഗർ. ആൽജിൻ എവിടെ നിന്നാ വേർതിരിക്കുക? ബ്രൗൺ ആൽഗെ. കറാജിനും അഗറും വേർതിരിക്കുന്ന ജെലിഡിയം ഗ്രേസിലിയ പോലുള്ള റെഡ് ആൽഗെ എന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ആണ്. ആൽഗേന്റെ റീപ്രൊഡക്ഷനെ കുറിച്ച് അങ്ങ് പഠിച്ചാലോ മക്കളെ? വേഗം വാ സാർ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കും സാറേ, അസെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കും സാറേ, സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കും സാറേ. ഇത് ഓരോന്നും പറയാൻ ടൈമില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. സെക്ച്വൽ റീപ്രൊഡക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്, വെജിറ്റേറ്റീവ് അസെക്ച്വൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നോക്കടാ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നറിയാമോ? ഫ്രാഗ്മെന്റേഷൻ വഴി. അതെന്താ ഫ്രാഗ്മെന്റേഷൻ? ഇതൊരു ആൽഗയാന്നിരിക്കട്ടെ. ഈ ആൽഗയെ മുറിഞ്ഞ് കുറെ കഷ്ണങ്ങളാകും. ഇത് ഫ്രാഗ്മെന്റുകൾ എന്നാ വിളിക്കുക. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ. ഓരോ കഷ്ണങ്ങളും പുതിയ ആൽഗയായിട്ട് മാറും. അതാണ് ഫ്രാഗ്മെന്റേഷൻ. ആദ്യം ഒരു ആൽഗ മുറിഞ്ഞ് കുറെ കഷ്ണങ്ങളായി, ഓരോ കഷ്ണങ്ങളും പുതിയ ആൽഗകളായി. അതാണ് സാർ ഫ്രാഗ്മെന്റേഷൻ. അസെക്ച്വൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഒരു സ്പോർ വഴിയാ, മുട്ടകൾ ഉണ്ടാക്കിയിട്ടാ. ആ മുട്ടേന്റെ പേരാണ് സൂസ്പോസ്. ഇതൊരു ആൽഗയാന്നിരിക്കട്ടെ. ആ ആൽഗ എന്തുണ്ടാക്കും? മുട്ടയിടും. ആ മുട്ടേന്റെ പേരെന്താ? സൂസ്പോറ. ഈ മുട്ട വളർന്ന് പുതിയ ആൽഗയാകും. ഇതാണ് സാറേ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണെങ്കിൽ, അസെക്ച്വൽ റീപ്രൊഡക്ഷൻ സൂസ്പോസ് ഉണ്ടായിട്ടാണ്. സെക്ച്വൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുക? ഗമേറ്റ് ഉണ്ടാക്കിയിട്ട 2 ആൽഗകൾ വേണം. സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടക്കാൻ എന്തായാലും 2 ആൽഗകൾ വേണം. ഒരു മെയിൽ ആൽഗെ, ഒരു ഫീമെയിൽ ആൽഗെ. മെയിൽ ആൽഗെ മെയിൽ ഗമേറ്റ് ഉണ്ടാക്കും, ഫീമെയിൽ ആൽഗെ ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാക്കും. ഈ 2 ഗമേറ്റ് കൂടി ചേർന്നിട്ടാ പുതിയ കുട്ടി ഉണ്ടാകുക. ഗമേറ്റുകൾ കൂടി ചേർന്നിട്ടാ സാർ പുതിയ കുട്ടി ഉണ്ടാകുക. എങ്കിലാണ് അത് സെക്ച്വൽ റീപ്രൊഡക്ഷൻ ആകുക. ഗമേറ്റുകൾ കൂടി ചേർന്നിട്ടാണോ പുതിയ
കുട്ടി ഉണ്ടാകുക, അത് അസെക്ച്വൽ റീപ്രൊഡക്ഷൻ. മുട്ട വളർന്നിട്ട് പുതിയ കുട്ടി ഉണ്ടായാൽ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ. ശരീരം മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ട് പുതിയ കുട്ടി ഉണ്ടായാൽ അത് ഫ്രാഗ്മെന്റേഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ എന്താ സാർ, സെക്ച്വൽ റീപ്രൊഡക്ഷനിൽ ഗമേറ്റ് ആണ് കൂടിച്ചേരുക. എങ്ങനെയൊക്കെ ആകാം? ചിലപ്പം ഒരേ സ്വഭാവമുള്ള ഗമേറ്റാ കൂടിച്ചേരുന്നു. ഓക്കെ, ഈ ഗമേറ്റ് നോക്കി, ഇതാണ് മെയിൽ ഗമേറ്റ്, ഇതാണ് ഫീമെയിൽ ഗമേറ്റ്. ഈ രണ്ട് ഗമേറ്റിന് എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്. ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുന്ന വാലുകളാണ്. രണ്ട് ഗമേറ്റിന് എന്തുണ്ട് സാർ? ഫ്ലജെല്ല ഉണ്ട്. ഇതിന് ഫ്ലജെല്ല ഉണ്ട്, ഇതിന് ഫ്ലജെല്ല ഉണ്ട്. അല്ലെ നോക്കെ, ഈ രണ്ട് ഗമേറ്റ് കൂടിച്ചേരാം. ഈ ഗമേറ്റും അതും ഈ ഗമേറ്റ് രണ്ട് സെയിം ക്യാരക്ടറാ. ഇതിനും ഫ്ലജെല്ല, ഇതിനും ഫ്ലജെല്ല. സെയിം ക്യാരക്ടറോട് കൂടിയ ഗമേറ്റ് കൂടിച്ചേർന്നാൽ ആ കൂടിച്ചേരലിന്റെ പേരാ, ആ സെക്ച്വൽ റീപ്രൊഡക്ഷന്റെ പേരാ, ആ ഫ്യൂഷന്റെ പേരാണ് ഐസോഗമി. എന്താ ഐസോഗമി സാർ? ഫ്യൂഷൻ ഓഫ് സിമിലർ ഗമേറ്റ്. ഒരേ സ്വഭാവം വേണം. കൂടിച്ചേർന്ന രണ്ട് ഗമേറ്റിനും ഒരേ സ്വഭാവമാണെങ്കിൽ അതാണ് സാറേ ഐസോഗമി എന്ന് പറഞ്ഞാൽ. എന്നാ ഇങ്ങോട്ട് വാ, ഇതെന്താ? ഫ്ലജെല്ല ഇല്ലല്ലോ, നോൺ ഫ്ലജെല്ലൈറ്റാ. ഇതെന്താ? നോൺ ഫ്ലജെല്ലൈറ്റാ. രണ്ടും ഒരേ സ്വഭാവമാണ്. ഒരേ സ്വഭാവമുള്ളവർ കൂടിച്ചേർന്നാൽ അതും എന്താ? ഐസോഗമിയ. ഫ്ലജെല്ല ഉള്ള രണ്ടുപേര് കൂടിച്ചേരാം, ഫ്ലജെല്ല ഇല്ലാത്ത രണ്ടുപേര് കൂടിച്ചേർന്നാലും ഐസോഗമിയ. അപ്പൊ ഫ്യൂഷൻ ഓഫ് സിമിലർ ഗമേറ്റ് ആണ് ഐസോഗമി. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ഒരേ സ്വഭാവമുള്ള രണ്ട് ഗമേറ്റ് കൂടിച്ചേർന്നാൽ ഐസോഗമി. എന്താ സാർ അനൈസോഗമി എന്ന് പറഞ്ഞാൽ? ഡിസിമിലർ ആയിരിക്കണം. രണ്ട് ഗമേറ്റുകൾ വ്യത്യസ്ത സ്വഭാവമുള്ളവർ കൂടിച്ചേരണം, എങ്കിലാ സാറേ എന്താകുക? അനൈസോഗമി. നോക്ക്, എക്സാമ്പിൾ, ഇവനൊന്ന് ഫ്ലജെല്ല ഉണ്ട്, ഇവന് ഫ്ലജെല്ല ഇല്ല, രണ്ടും വ്യത്യസ്ത ക്യാരക്ടറാ. അവർ കൂടി ചേർന്നാൽ എന്തായി? അനൈസോഗമി. എന്താ? അനൈസോഗമി. ഇനി ഒരു വ്യത്യസ്ത സാധനം ഉണ്ട്. എന്താ? ഊഗമി. സെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗമേറ്റ് കൂടിച്ചേരുക. ഈ ഗമേറ്റ് കൂടിച്ചേരുന്നതിനെ മൂന്നാക്കി മാറ്റാം. ഐസോഗമി ആയിരിക്കാം, അനൈസോഗമി ആയിരിക്കാം, ഊഗമി ആയിരിക്കാം. ഊഗമിയിൽ എന്താ പ്രത്യേകം അറിയാമോ? ഇതാണ് മെയിൽ ഗമേറ്റ് എങ്കിൽ ഇത് ഫീമെയിൽ ഗമേറ്റ് ആയിരിക്കണം. മെയിൽ ഗമേറ്റിന് ഫ്ലജെല്ല ഉണ്ടാകും, ഫീമെയിൽ ഗമേറ്റിന് ഫ്ലജെല്ല പാടില്ല. ഫ്ലജെല്ല ഉള്ള മെയിൽ ഗമേറ്റും ഫ്ലജെല്ല ഇല്ലാത്ത ഫീമെയിൽ ഗമേറ്റ് കൂടിച്ചേരുന്നു. ഫ്ലജെല്ല ഉള്ള മെയിൽ ഗമേറ്റും ഫ്ലജെല്ല ഇല്ലാത്ത ഫീമെയിൽ ഗമേറ്റ് കൂടിച്ചേരുന്നു. ഇതിന്റെ പേരാണ് ഊഗമി. ഊഗമി എന്താ? ഫ്യൂഷൻ ഓഫ് ഫ്ലജെല്ലൈറ്റ് മെയിൽ ഗമേറ്റ്. മെയിൽ ഗമേറ്റിന് ഫ്ലജെല്ല വേണം, ഫീമെയിൽ നോൺ ഫ്ലജെല്ലൈറ്റ് ആയിരിക്കണം, ഫ്ലജെല്ല ഉണ്ടാകാൻ പാടില്ല. ഫ്ലജെല്ല ഉള്ള മെയിൽ ഗമേറ്റും ഫ്ലജെല്ല ഇല്ലാത്ത ഫീമെയിൽ ഗമേറ്റ് കൂടിച്ചേർന്നാൽ ഊഗമി. അപ്പൊ സാർ സെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗമേറ്റ് കൂടിച്ചേരില്ല, അത് മൂന്നായി തിരിക്കാം: ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഒരേ സ്വഭാവമുള്ളവർ കൂടിച്ചേർന്നാൽ ഐസോഗമി, വ്യത്യസ്ത സ്വഭാവമുള്ളവർ കൂടിച്ചേർന്നാൽ അനൈസോഗമി. ചലിക്കുന്ന ഫ്ലജെല്ല ഉള്ള മെയിൽ ഗമേറ്റും ഫ്ലജെല്ല ഇല്ലാത്ത ഫീമെയിൽ ഗമേറ്റ് കൂടിച്ചേർന്നാൽ ഊഗമി. ഊഗമി. ഓക്കെ, ഇത്രയാണ് മക്കളെ നമ്മുടെ ആൽഗയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആൽഗയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, പിന്നെ ബ്രയോഫൈറ്റുകളുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോണ ഏതാ സാറേ? ബ്രയോഫൈറ്റുകളെ കുറിച്ചാ സാർ. ബ്രയോഫൈറ്റുകൾ എന്താ വിളിക്കുന്ന വേറൊരു പേര്? വെരി വെരി കിങ്ങിണി. വെരി വെരി കിങ്ങിണി മക്കളെ, വെരി വെരി കിങ്ങിണി. സാർ ബ്രയോഫൈറ്റുകളെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്താ? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാ വിളിക്കുക സാറേ. ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ അവർ ലാൻഡ് കരയിലും ജീവിക്കും, അവർ വാട്ടർ വെള്ളത്തിലും ജീവിക്കും. കരയിലും വെള്ളത്തിലും രണ്ടിനെ ആശ്രയിക്കുന്നവരാ ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ആശ്രയിക്കുന്ന അവരെ വിളിക്കുന്ന പേരാണ് സാർ എന്ത്? ആംഫിബിയൻസ്. പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫിബിയൻസ് ആണ് ആര്? ബ്രയോഫൈറ്റ്. എന്തുകൊണ്ടാ അവരെ അങ്ങനെ വിളിക്കണേന്ന് അറിയാമോ? ഇവർ നോർമലി എവിടെ ജീവിക്കുക? കരയിലാണ് ജീവിക്കുക. എപ്പോഴാണോ സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടത്താൻ തോന്നുക അപ്പൊ അവർ വാട്ടറിനെ ആശ്രയിക്കും. നോർമലി ഇവർ കരയിൽ ജീവിക്കുക മക്കളെ. എപ്പോഴാണോ സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടത്താൻ തോന്നുക അപ്പൊ വെള്ളത്തിലേക്ക് അവർ ആശ്രയിക്കും. നോർമലി ലാൻഡിൽ ജീവിക്കും, സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടത്താൻ വാട്ടറിനെ ആശ്രയിക്കും. നോർമലി ലാൻഡിൽ ജീവിക്കും, സെക്ച്വൽ റീപ്രൊഡക്ഷൻ നടത്താൻ വാട്ടറിനെ ആശ്രയിക്കും. അപ്പൊ ജീവിക്കാൻ കര വേണം, റീപ്രൊഡക്ഷൻ നടത്താൻ വാട്ടർ വേണം. അപ്പൊ അവർ രണ്ടിനെ ആശ്രയിച്ചത് കൊണ്ടാണ് ഇവർ എന്ത് വിളിക്കണത്? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. എന്താ വിളിക്കുക? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇങ്ങനെ ചോദ്യം വന്ന എന്റെ മക്കൾ എഴുതിക്കോ. നോർമലി they are living in land, but when they required, when they need, when they are going to do sexual reproduction, they depends on water. When they required sexual reproduction, they depends on water. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇവരുടെ റൂട്ടിന്റെ പേരാണ് റൈസോയിഡുകൾ. ബ്രയോഫൈറ്റിന്റെ വേരുകളുടെ പേരെന്താ? റൈസോയിഡുകൾ എന്നാണ് വിളിക്കുക. രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ. ഒന്ന് ലിവർ വോച്ച്, രണ്ട് മോസസുകൾ. ലിവർ വോച്ച് പരന്നിട്ടാ കാണാ, പരന്നാ കിടക്കുക. എന്നാൽ മോസസുകളോ നിവർന്നിട്ട ഇറക്റ്റ് ആണ്. പരന്ന് കിടക്കുന്നതിനെ ഫ്ലാറ്റ് എന്ന് വിളിക്കും, നിവർന്നിരിക്കുന്നതിനെ ഇറക്റ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. ലിവർ വോച്ച്, മോസസ്, ഈ രണ്ട് ഗ്രൂപ്പ് ആക്കി അങ്ങ് പഠിച്ചോ. ലിവർ വോച്ച് ഫ്ലാറ്റാ, ഇവനോ നേരെ നിൽക്കുക, നേരെ
കരുത്തുറ്റവനാ മക്കളെ മോസസുകൾ. അടുത്ത് നോക്കാം മക്കളെ, ലിവർ വോട്ട്സ് ഫ്ലാറ്റ്, ഇവ മോസസ് ഇറക്റ്റ് ആണ്, നേരെ നിൽക്കുക. ഇവന് 2 ലെയറിലാണ് ലീഫ് കാണാം. ഒരു ലീഫ് ഇങ്ങനെ ആണെങ്കിൽ അടുത്ത ലീഫ് മേലെ ഇങ്ങനെ കാണാം. 2 ലെയർ, ഒന്ന് ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ, ഒന്ന് ഈ ലെവലിലാണെങ്കിൽ ഒന്ന് ഈ ലെവലിലാണ് കാണുക. 2 റോ ആയിട്ടാ ലീഫ് കാണാം. ഒരു ലീഫ് ഇത് ഇങ്ങനെ, മറ്റേ ലീഫ് ഇങ്ങനെ, 2 റോ ആയിട്ടാ കാണാം. ഇവന്മാരുടെ ലീഫ് കാണുന്ന ഇങ്ങനെ സ്പൈറൽ ആയിട്ടാ, ഇങ്ങനെ കാണുക, പാമ്പ് പോലെ സ്പൈറലിയാണ് കാണുക കേട്ടോ ഇവന്മാരുടെ ലീഫ്. എന്നാൽ ഇവന്മാര് ഫ്ലാറ്റ്, ഇവന്മാര് നേരെ. ഇവന്മാരുടെ ലീഫ്, ഇവന്മാരുടെ ഇലകൾ 2 റോയിലായിട്ടാണ് കാണുക, ഒന്നിങ്ങനെ ഒന്ന് ഇങ്ങനെ. അടുത്തെന്താ, ഇവന്മാര് സ്പൈറലിയാണ് അറേഞ്ച് ചെയ്തേക്കണത്. അടുത്ത മക്കളെ, ജമ്മ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഞാൻ എന്താന്ന് പഠിപ്പിച്ചാൽ ഇപ്പൊ അങ്ങനെ ഓർത്തോ. ജമ്മ അസെക്ച്വൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ജമ്മ. ആ ജമ്മ ലിവർ വോട്ട്സിൽ ഉണ്ട്, പക്ഷെ മോസസിന് ജമ്മ ഇല്ല. സ്പോറോഫൈറ്റ്, ഒരു പ്ലാന്റിന് എപ്പോഴും 2 സ്ട്രക്ചറാ വേണ്ടത്. ഒരു പ്ലാന്റിന് 2 സാധനങ്ങളാ വേണ്ടത്. ഒന്ന് ഗമേറ്റ് ഉണ്ടാക്കുന്ന ആരാ? ഒന്ന് ഗമേറ്റ് ഉണ്ടാക്കുന്ന ഗെമറ്റോഫൈറ്റ്. പിന്നെ രണ്ടാമതുള്ള സാധനമാണ് സ്പോറോഫൈറ്റ്. ഇത് രണ്ടും ഒരു പ്ലാന്റിന് നിർബന്ധമാ. ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റും. ഗെമറ്റോഫൈറ്റ് ഗമേറ്റ് ഉണ്ടാക്കും, അത് കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ടാണ് പിന്നെ സ്പോറോഫൈറ്റ് ഉണ്ടാകുക. സ്പോറോഫൈറ്റ് സ്പോർ ഉണ്ടാക്കും, ആ സ്പോർ വളർന്നിട്ടാണ് ഗെമറ്റോഫൈറ്റ് ആകുക. ഗെമറ്റോഫൈറ്റ് ആദ്യം എന്തുണ്ടാക്കും എന്നറിയാമോ? മെയിൽ ഗെമേറ്റ് ഉണ്ടാക്കും, കൂടെ ഫീമെയിൽ ഗെമേറ്റ് ഉണ്ടാക്കും. ഈ 2 ഗെമേറ്റ് കൂടിച്ചേർന്ന് എന്തുണ്ടാകും? സൈഗോട്ട് ആകും. ഈ സൈഗോട്ടാണ് മക്കളെ വളർന്ന് എന്താകുക? സ്പോറോഫൈറ്റ് ആകുക. ഗെമറ്റോഫൈറ്റ് ഗെമേറ്റ് ഉണ്ടാക്കി കൂടിച്ചേർന്ന് സ്പോറോഫൈറ്റ് ആയി. സ്പോറോഫൈറ്റ് എന്തുണ്ടാക്കും എന്നറിയാമോ? സ്പോറുകൾ ഉണ്ടാക്കും. ഈ സ്പോർ നിലത്ത് വീഴും, മണ്ണില് സോയിൽ വീഴും. സോയിലിൽ വീണ സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്താണ് എന്താകുക? ഗെമറ്റോഫൈറ്റ് ആകുക. ഓർത്ത് വെച്ചോ, പലർക്കും അറിയാത്ത സാധനമാണ്. ഒരു പ്ലാന്റ്, ആൽഗെ, ബ്രയോഫൈറ്റ് എല്ലാം എടുത്തോട്ടെ, ഏതെടുത്താലും ഏത് വേണം? ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് വേണം. ആൽഗയിൽ അങ്ങനെ വ്യക്തമായി കാണില്ല, ബ്രയോഫൈറ്റ് മുതലായി ഇവർ വ്യക്തമായി കാണുക. ഗെമറ്റോഫൈറ്റ് മെയിൽ ഗെമറ്റ് ഫീമെയിൽ ഗെമറ്റ് ഉണ്ടാക്കും. ഈ ഗെമറ്റോ പേര് തന്നെ ഉണ്ട്, ഗെമേറ്റ് ഉണ്ടാക്കും. ഇവർ കൂടിച്ചേർന്ന് സൈഗോട്ട് ആകും. സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. സ്പോറോഫൈറ്റ് ആയിട്ട് എന്താകും? ഡെവലപ്പ് ചെയ്യും. DVP എന്ന് പറയാൻ ഡെവലപ്പ് ചെയ്യും. ഈ സ്പോറോഫൈറ്റ് എന്തുണ്ടാക്കും? പേരുണ്ട്, സ്പോർ ഉണ്ടാക്കാം. ഇവൻ ഗെമേറ്റ് ഉണ്ടാക്കും, സ്പോർ ഉണ്ടാക്കാം. ഈ സ്പോറ് നിലത്ത് വീണ് വളർന്നിട്ടാണ് ഗെമറ്റോഫൈറ്റ് ആയിട്ട് മാറുക. ഇതൊരു സൈക്കിൾ ആയിട്ടാണ് മാറുക. ഗെമറ്റോഫൈറ്റ് ഗെമേറ്റ് ഉണ്ടാക്കി കൂടിച്ചേർന്ന് സ്പോറോഫൈറ്റ് ആയി, സ്പോർ ഉണ്ടാക്കി സ്പോർ വളർന്ന ഗെമറ്റോഫൈറ്റ് ആയി, ഗെമേറ്റ് ഉണ്ടാക്കി കൂടിച്ചേർന്ന സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയി, സ്പോർ ഉണ്ടാക്കി നിലത്ത് വീണ് വളർന്ന ഗെമറ്റോഫൈറ്റ് ആയി. ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റും ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ ജീവിക്കാൻ പറ്റൂ. കാരണം ഇവൻ ഗെമേറ്റ് ഉണ്ടാക്കും, സ്പോർ ഉണ്ടാക്കും. ഇവനില്ലെങ്കിൽ ഇവനില്ല. രണ്ടും ഒരു പ്ലാന്റിന് വേണം. എന്നാൽ ലിവർ വോട്ട്സിലേക്ക് വരുമ്പോൾ സ്പോറോഫൈറ്റ് നല്ല ഡെവലപ്ഡ് അല്ല, റെഡ്യൂസ്ഡ് ആ. സ്പോറോഫൈറ്റ് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. മോസസുകളിൽ നല്ലപോലെ വെൽ ഫോംഡ് സ്പോറോഫൈറ്റ് ആണ്. പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ അവരുടെ ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് കേട്ടോ. ലിവർ വോട്ട്സിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് പ്രോട്ടോണിമ. ഈ പ്രോട്ടോണിമ ഇവിടെ നല്ലപോലെ കാണും, എന്നാൽ മോസസുകളിലോ നല്ലപോലെ കാണില്ല. എന്നാൽ മോസസുകളിലോ ഗെമറ്റോഫൈറ്റ് അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് നല്ലപോലെ കാണും. ഓക്കെ, ഒരു കാര്യം നിങ്ങളോട് പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. ഏത് പ്ലാന്റ് എടുത്താലും ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് വേണമല്ലോ സാറേ? വേണം സാർ. എങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ബ്രയോഫൈറ്റ് ഉണ്ടല്ലോ, അതൊരു പ്ലാന്റാ. ഈ പ്ലാന്റുകൾക്ക് എന്തുണ്ട്? ഗെമറ്റോഫൈറ്റ് ഉണ്ട്. ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് പ്രോട്ടോണിമ. എന്താ വിളിക്കുക? പ്രോട്ടോണിമ എന്നാ വിളിക്കുക സാർ. ഏത് പ്ലാന്റ് എടുത്താലും ഗെമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റും ഉണ്ട്. ഈ ബ്രയോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റ് കാണുമല്ലോ, ഏത് പ്ലാന്റിന് ഗെമറ്റോഫൈറ്റ് കാണുമല്ലോ. ആ ഗെമറ്റോഫൈറ്റിന് ഒരു പ്രത്യേക പേരുണ്ട്, എന്താ? പ്രോട്ടോണിമ. ഇതേപോലെ നമ്മുടെ ടെറിഡോഫൈറ്റിന്റെ അടുത്ത പ്ലാന്റുകളാ. ഈ ടെറിഡോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിനും ഒരു പ്രത്യേക പേരുണ്ട്, ഓർത്ത് വെച്ചോ. പ്രോതാലസ്. എപ്പോഴും 1 മാർക്കിന് ചോദിക്കാറുണ്ട് ഇവർ 2 പേരെ. ബ്രയോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേര് പ്രോട്ടോണിമ, ടെറിഡോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേര് പ്രോതാലസ്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. താലസ് ഇങ്ങനെ ഓർത്താ മതി. തെറി വിളിച്ചിട്ടല്ലേ തല്ല. പ്രോട്ടോണിമ ടെറിഡോഫൈറ്റിലാണ് താലസ് വരിക, ടെറിഡോഫൈറ്റിലല്ല പ്രോട്ടോണിമ വരിക. ടെറി തല്ല് താലസ്, പ്രോതാലസ്. ഓക്കെ, ഇത്രയാണ് മക്കളെ ഉള്ളത്. ഇവിടെ സ്പോറോഫൈറ്റ് ഡെവലപ്ഡ് അല്ല, ഇവിടെ ഡെവലപ്ഡ് ആണ്. ഇവിടെ പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ ഗെമറ്റോഫൈറ്റ് തന്നെ. ഡെവലപ്ഡ് അല്ല, ഡെവലപ്ഡ് ആണ്.
ലിവർവോർട്സിന് എക്സാമ്പിൾ മാർക്കാൻഷിയ, മോസസിന് എക്സാമ്പിൾ ഫ്യൂനേറിയ, സ്പാറ്റ്നം, പോളിട്രിക്കം. ഓർത്ത് വെച്ചോ. ഒന്നും ഓർത്തില്ലെങ്കിലും ലിവർവോർട്സിന് എക്സാമ്പിൾ മാർക്കാൻഷിയ എന്ന് ഓർക്കുക, മോസസിന് എക്സാമ്പിൾ ഫ്യൂനേറിയ എന്ന് ഓർക്കുക. ഇതാണ് മക്കളെ ഫ്യൂനേറിയന്റെ സ്ട്രക്ചർ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ തരും, ഫ്യൂനേറിയ ആണ്. ഈ കാണുന്ന റൂട്ടുകൾ, ഇത് ബ്രയോഫൈറ്റ് ആയതുകൊണ്ട് തന്നെ റൂട്ടിന്റെ പേരെന്താ? ഫ്യൂനേറിയ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഫ്യൂനേറിയ മോസസിന് എക്സാമ്പിളാ. മോസസ് ബ്രയോഫൈറ്റിന്റെ ടൈപ്പ് അല്ലേ? അവരൊക്കെ റൂട്ടിനെ എന്താ വിളിക്കുക? റൈസോയിഡ് എന്നാ വിളിക്കുക. റൂട്ടിന്റെ പേര് റൈസോയിഡ്. ഈ കാണുന്നതാണ് പച്ചകളറാണ് ലീഫ്. ഈ കാണുന്ന കമ്പാണ് അവരുടെ സ്റ്റെമ്മാണ് സീറ്റ. ഈ കാണുന്ന കൊടം, ഈ കൊടത്തിന്റെ പേരാണ് ക്യാപ്സ്യൂൾ. വെരി വെരി ഇമ്പോർട്ടന്റ്. ക്യാപ്സ്യൂൾ എപ്പോഴും ചോദിക്കും. ഫ്യൂനേറിയന്റെ ചിത്രം തന്നിട്ട് ഈ സ്ട്രക്ചർ ചോദിക്കും, ഇതിന്റെ പേരെന്താ? ക്യാപ്സ്യൂൾ എന്നാ വിളിക്കുക. ഫ്യൂനേറിയന്റെ ചിത്രം തന്നിട്ട് ആ കുടത്തിന്റെ പേര് ചോദിക്കും, എന്താ മക്കളെ? ക്യാപ്സ്യൂൾ എന്നാ വിളിക്കുക. ഇനി പറ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് ഫ്രാഗ്മെന്റേഷൻ പോലെ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ നടത്താൻ നോക്കുക മക്കളെ. നോക്കടാ, ഇതാണ് ബ്രയോഫൈറ്റ് എന്നിരിക്കട്ടെ. ഈ ബ്രയോഫൈറ്റ് ഒരു കൊട ഉണ്ടാക്കും, ഒരു കുടം പോലൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. ആ കുടത്തിന്റെ പേരാ ജെമ്മേ. എന്താ വിളിക്കുക? ജെമ്മേ കപ്പ് എന്നാ വിളിക്കുക. ഈ കുടത്തിന്റെ പേരെന്താ വിളിക്കുക? ജെമ്മേ കപ്പ് എന്നാ വിളിക്കുക. ഈ കപ്പിൽ അവർ കുറച്ച് ബഡ് പോലൊരു സാധനം ഉണ്ടാക്കും. ഈ ബഡുകളുടെ പേരാണ് ജെമ്മേ. ബ്രയോഫൈറ്റ് ഉണ്ട്, അവരൊരു കുടം ഉണ്ടാക്കി. ആ കുടത്തിന്റെ പേര് ജെമ്മേ കപ്പ്. ആ കുടത്തിലൊരു ബഡ് ഉണ്ടായി, ആ ബഡിന്റെ പേരാ ജെമ്മേ. ഈ ബഡ് കുറച്ചേരം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നിലത്ത് വീഴും, സോയിലിൽ വീഴുമ്പോഴാണ് മക്കളെ പുതിയ ആരായിട്ട് മാറുക? ബ്രയോഫൈറ്റ് ആയിട്ട് മാറുക. ഇത്രയാണ് അസെക്ച്വൽ റീപ്രൊഡക്ഷൻ. എന്താ? ഒരു ബ്രയോഫൈറ്റ് ഉണ്ട്, അത് ലിവർവോർട്സ് ആകാം, മോസസ് ആകാം. ഏറ്റവും കൂടുതൽ ജെമ്മെ കാണിക്കുന്നത് ലിവർവോർട്സാ. ഏറ്റവും കൂടുതൽ അസെക്ച്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ലിവർവോർട്സിലാണ് കേട്ടോ. ഈ ലിവർവോർട്സ് ബ്രയോഫൈറ്റ് ഉദ്ദേശിക്കുന്നത് ലിവർവോർട്സാ. ഈ ബ്രയോഫൈറ്റ് ഒരു കുടം ഉണ്ടാക്കി, ജെമ്മേ കപ്പ് എന്നാ വിളിക്കാം. ഈ കുടത്തിൽ ഉണ്ടാകുന്ന ബഡിന്റെ പേര് ജെമ്മേ. ഈ ബഡ് പൊഴിഞ്ഞു വീഴുമ്പോൾ പുതിയ ബ്രയോഫൈറ്റ് ഉണ്ടാകും. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. ബ്രയോഫൈറ്റ് അസെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ബഡ് ഉണ്ടാക്കിയിട്ടാ. ആ ബഡിന്റെ പേര് ജെമ്മേ ഇൻ. ഈ ബഡ് എവിടെ ഉണ്ടാകുക? ഏത് കപ്പില ഉണ്ടാകുക? ജെമ്മേ കപ്പില ഉണ്ടാകുക. ജെമ്മേ കപ്പിൽ ജെമ്മേ ബഡ് ഉണ്ടാകും. ആ ബഡ് വീണ് പുതിയ ബ്രയോഫൈറ്റ് ആകും. ഓക്കെ അല്ലേ? ഈ ജെമ്മേ എന്ന് കേട്ടാ ബ്രയോഫൈറ്റിലേ വരുള്ളൂ, വേറെ എവിടത്തും ജെമ്മ ഇല്ല. ഇനി സെക്ച്വൽ റീപ്രൊഡക്ഷൻ എങ്ങനാ? ഗെമേറ്റ് ഫ്യൂസ് ചെയ്തിട്ടാ. എങ്ങനെ ഗെമേറ്റ് ഫ്യൂസ് ചെയ്യാ? ആദ്യം നിങ്ങൾ ഗെമറ്റോഫൈറ്റ് നോക്ക്. ഈ ഗെമറ്റോഫൈറ്റ് എന്തുണ്ടാക്കി? ഗെമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ തന്നെ മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. മെയിൽ സെക്സ് ഓർഗന്റെ പേര് 1 മാർക്കിന് എപ്പോഴും ചോദിക്കും. ബ്രയോഫൈറ്റിന്റെ ഗെമറ്റോഫൈറ്റിലുള്ള മെയിൽ സെക്സ് ഓർഗന്റെ പേരെന്താ? ആന്തറീഡിയം. തെറി വിളിക്കുന്ന എപ്പോഴും മെയിലാണല്ലോ കൂടുതൽ. ചട്ടമ്പികൾ എപ്പോഴും മെയിലാണല്ലോ കൂടുതൽ. ആന്തറീഡിയം മെയിൽ സെക്സ് ഓർഗൻ. ആർക്കീഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഈ ആന്തറീഡിയം എന്ന് പറഞ്ഞ മെയിൽ സെക്സ് ഓർഗൻ മെയിൽ ഗെമേറ്റ് ഉണ്ടാക്കും. ഫീമെയിൽ സെക്സ് ഓർഗൻ ആയ ആർക്കിഗോണിയം ഫീമെയിൽ ഗെമേറ്റ് ഉണ്ടാക്കും. മെയിൽ ഗെമേറ്റിന്റെ പേരാ ആന്തറോസോയിഡ്സ് എന്ന് വിളിക്കുക. ഫീമെയിൽ ഗെമേറ്റിന്റെ പേര് എഗ് എന്ന് വിളിക്കുക. മെയിൽ ഗെമേറ്റിന്റെ പേര് ആന്തറോസോയിഡ്സ്, ഫീമെയിൽ ഗെമേറ്റിന്റെ പേര് എഗ്. അപ്പൊ നോക്ക്, ഗെമറ്റോഫൈറ്റ് മെയിൽ ഗെമറ്റ് ഫീമെയിൽ ഗെമറ്റ് ഉണ്ടായി. ഈ മെയിൽ ഗെമേറ്റ് വാട്ടറിന്റെ സഹായത്തിൽ ഫീമെയിൽ ഗെമേറ്റിന്റെ അടുത്ത് വരും. മെയിൽ ഗെമേറ്റ് വാട്ടറിന്റെ സഹായത്തിൽ ഫീമെയിൽ ഗെമേറ്റിന്റെ അടുത്ത് വരും. അവർ കൂടിച്ചേർന്നിട്ട് എന്താ ഉണ്ടാകുക? സൈഗോട്ട് ഉണ്ടാകും. ഞാൻ പറഞ്ഞു സൈഗോട്ട് എന്തായിട്ടാ ഡെവലപ്പ് ആകുക? സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. സൈഗോട്ട് എന്തായി? സ്പോറോഫൈറ്റ് ആയി. ഈ സ്പോറോഫൈറ്റിൽ മിയോസിസ് നടക്കും. മിയോസിസ് നടന്ന് സ്പോർ ഉണ്ടാകും. ഈ സ്പോർ നിലത്ത് വീഴുമ്പോൾ എന്താകും? പ്രോട്ടോണിമയാകും. ഈ പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അവരുടെ ഗെമറ്റോഫൈറ്റ് തന്നെയാണ്. പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ ഗെമറ്റോഫൈറ്റ് അങ്ങനെ പഠിച്ചാൽ മതി. ചില സ്കൂളുകാർ പഠിപ്പിക്കാറുണ്ട് പ്രോട്ടോണിമ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഗെമറ്റോഫൈറ്റ് ആകുക എന്ന് പറയാറുണ്ട്. ചിലർ പറയുന്നത് പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ ഗെമറ്റോഫൈറ്റ് തന്നെയാണ് എന്നും പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ, പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ ഗെമറ്റോഫൈറ്റ് ആണ്. രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോ. പ്രോട്ടോണിമ എന്ന് പറഞ്ഞ ഗെമറ്റോഫൈറ്റ് തന്നെയാണ്. പ്രോട്ടോണിമ വളർന്നിട്ടാണ് ഗെമറ്റോഫൈറ്റ് ആകുക. അങ്ങനെയും പഠിച്ചു വെച്ചോ, പ്രശ്നമൊന്നുമില്ല. സാർ, ഒരു പ്ലാന്റിന് 2 ഭാഗം വേണം. ബ്രയോഫൈറ്റ് നോക്ക്, ഗെമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ്. ഗെമറ്റോഫൈറ്റിൽ മെയിൽ സെക്സ് ഓർഗൻ ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രേഡിയം, ഇത് ആർക്കിഗോണിയം. മെയിൽ സെക്സ് ഓർഗൻ മെയിൽ ഗെമേറ്റ് ഉണ്ടാക്കി, അത് ആന്ത്രോസോയിഡ്സ് എന്നാ വിളിക്കുക. ഫീമെയിൽ സെക്സ് ഓർഗൻ ഫീമെയിൽ ഗെമേറ്റ് ഉണ്ടാക്കി എഗ് എന്നാ വിളിക്കുക. മെയിൽ ഗെമേറ്റ് വാട്ടറിന്റെ ഹെൽപ്പോടെ ഫീമെയിൽ ഗെമേറ്റിന്റെ അടുത്ത് വന്ന് കൂടിച്ചേർന്നു. അപ്പൊ എന്താ ഉണ്ടാകുക സാറേ? സൈഗോട്ട ഉണ്ടാകുക. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ആയി. അതിൽ മിയോസിസ് നടന്ന് സ്പോറായി. സ്പോറ് നിലത്ത് വീണു, സോയിലില് നിലത്ത് വീഴുമ്പോ സ്പോർ എന്തായിട്ട് മാറും? പ്രോട്ടോണിമ. പ്രോട്ടോണിമ പതുക്കെ എന്തായിട്ട് മാറും? ഗെമറ്റോഫൈറ്റ് ആയിട്ട് മാറും.
കൂടെ തന്നെ ഓർത്ത് വെച്ചോ, പ്രോട്ടോണിമ ഈക്വൽ ടു ഗെമറ്റോഫൈറ്റ് എന്നും പഠിച്ചു വെച്ചോ. പ്രോട്ടോണിമ ഗെമറ്റോഫൈറ്റ് ആകുമെന്നും പഠിച്ചു വെച്ചോ. പ്രോട്ടോണിമ എന്ന് ചിലരിനെ പ്രോട്ടോണിമയെ തന്നെ ഗെമറ്റോഫൈറ്റ് ആയിട്ട് ചിലർ കരുതുന്നുണ്ട്. കാരണം ഇതിൽ നിന്നല്ലേ അത് ഉണ്ടാകാം. രണ്ടും സെയിം ആയിട്ട് കരുതുന്നവരും ഉണ്ട്. ഓക്കെ മക്കളെ, ഇത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഇനി നോക്കേ, ടെറിഡോഫൈറ്റ് ആദ്യമായിട്ട് സൈലവും ഫ്ലോയും ഒക്കെ കാണാൻ തുടങ്ങിയത് ഈ പ്ലാന്റിൽ നിന്നാ. ആൽഗയിലില്ല, ബ്രയോഫൈറ്റിലില്ല. സൈലത്തെയും ഫ്ലോയത്തെയും ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? വാസ്കുലാർ ടിഷ്യൂ എന്നാ വിളിക്കാം. വാസ്കുലാർ ടിഷ്യൂ, സൈലവും ഫ്ലോയവും ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് ടെറിഡോഫൈറ്റ് എന്നാ മക്കളെ. ആദ്യമായിട്ട് സൈലവും ഫ്ലോയും കണ്ടു തുടങ്ങിയത് ടെറിഡോഫൈറ്റ് എന്നാണ്. ഇവർക്ക് ട്രൂ റൂട്ട് ഉണ്ട്, ട്രൂ സ്റ്റെം ഉണ്ട്, ട്രൂ ലീഫ് ഉണ്ട്. അങ്ങനല്ല, ആൽഗയ്ക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആൽഗ എടുത്തോ, നിങ്ങൾ ആൽഗ എടുത്താലും അല്ലെങ്കിൽ നിങ്ങൾ ബ്രയോഫൈറ്റ് എടുത്താലും അവർക്ക് റൂട്ടിനെ പോലെ തോന്നിപ്പിക്കുന്നവരാ. റൂട്ട് ലൈക്ക് ആണ്, റൂട്ട് അല്ല യഥാർത്ഥത്തിൽ, ട്രൂ റൂട്ട് അല്ല, റൂട്ടിനെ പോലെയുള്ള സ്ട്രക്ചറാ. റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക്, എല്ലാം ലൈക്കാണ്, എക്സാക്ട് അല്ല, അതേപോലെ കാണുന്ന സ്ട്രക്ചറാ. എന്ന് നിങ്ങൾ ടെറിഡോഫൈറ്റ് എടുത്തോ, ജിംനോസ്പേം എടുത്തോ, ആൻജിയോസ്പേം എടുത്തോ, ഇവർക്കൊക്കെ ട്രൂ റൂട്ടാ. ട്രൂ റൂട്ട് കാണാം, ട്രൂ സ്റ്റെം കാണാം, ട്രൂ ലീഫ് കാണാം, ട്രൂ സ്റ്റെം കാണാം, ട്രൂ റൂട്ട് കാണാം. ഇവർക്കൊക്കെ എന്താ? ട്രൂ ആണ്. ഇവർക്കൊക്കെ യഥാർത്ഥ സ്ട്രക്ചർ അവിടെ ഉണ്ട്. ഇവർക്ക് അതേപോലെ തോന്നിപ്പിക്കുന്ന സ്ട്രക്ചർ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളൂ. ബാക്കി 3 പേർക്കും യഥാർത്ഥ ട്രൂ റൂട്ട്, സ്റ്റെം, ലീഫ് ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ സാർ? ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം, ട്രൂ ലീഫ്, യഥാർത്ഥ സ്ട്രക്ചർ ഉണ്ട്. ഈ ലീഫ് 2 ടൈപ്പ്. സ്മോൾ ആണെങ്കിൽ മൈക്രോഫിൽ, ലാർജ് ആണെങ്കിൽ എന്താ വിളിക്കുക? മാക്രോഫിൽ എന്നാ വിളിക്കുക. ഈ സ്മോൾ ലീഫ് കാണുന്നത് സെലാജിനെല്ല എന്ന് പറയുന്ന ടെറിഡോഫൈറ്റിലാ. ഓർത്തോണം, സ്മോൾ ലീഫ് കാണുന്നത് സെലാജിനെല്ലയിലാണ്. ലാർജ് ലീഫ് കാണുന്നത് എവിടാ? ഫേണിലാണ്. സ്മോൾ ലീഫ് സെലാജിനെല്ലയിലാണെങ്കിൽ ലാർജ് ലീഫ് എവിടാ സാർ? ഫേണിലാണ്. ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, ഇതാണ് സാർ ഇവരുടെ സ്പോറോഫൈറ്റ്. ഇതാണ് ഇവരുടെ സ്പോറോഫൈറ്റ്. ഇതാണ് അവരുടെ സ്പോറോഫൈറ്റ് എന്നിരിക്കട്ടെ. സ്പോറോഫൈറ്റ് ഒരു ലീഫ് ഉണ്ടാക്കും. ആ ലീഫിന്റെ പേരാ സ്പോറോഫിൽ. ആദ്യം ഇവരുടെ സ്ട്രക്ചർ മനസ്സിലാകണം, എങ്കിലും ഇവിടെ റീപ്രൊഡക്ഷൻ മനസ്സിലാവുള്ളൂ. ഈ ബ്രയോഫൈറ്റിന്റെ പോലെ തന്നെയാണ് ഇവരുടെ റീപ്രൊഡക്ഷൻ, വ്യത്യാസമൊന്നുമില്ല. നോക്ക് സാർ, ആദ്യം സ്പോറോഫൈറ്റ് നോക്ക്. ഈ സ്പോറോഫൈറ്റ് ഒരു ലീഫ് ഉണ്ടാക്കും. അതിന്റെ പേര് സ്പോറോഫിൽ എന്നാ വിളിക്കുക. ഈ സ്പോറോഫിലിൽ കുറെ സഞ്ചികളുണ്ട്. ഈ ഇലയിൽ കുറെ സഞ്ചികളുണ്ട്. ആ സഞ്ചിന്റെ പേരാ സ്പൊറാഞ്ചിയം. സാർ, സ്പോറോഫൈറ്റ് ഇതാണ്. അത് ലീഫ് ഉണ്ടാക്കി. ലീഫിന്റെ പേര് സ്പോറോഫിൽ. ലീഫിൽ ഉണ്ടാകുന്ന സഞ്ചിന്റെ പേരെന്താ? സ്പൊറാഞ്ചിയം എന്നാ വിളിക്കുക. ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് മക്കളെ എന്തുണ്ടാകുക? സ്പോർ ഉണ്ടാകുക. ഓർത്ത് വെച്ചോ, സ്പോറോഫൈറ്റിൽ കാണുന്ന ലീഫ് സ്പോറോഫിൽ, അതിലുണ്ടാകുന്ന സഞ്ചികൾ, സാക്കുകൾ സ്പൊറാഞ്ചിയം. സാക്കിന്റെ ഉള്ളിൽ എന്തുണ്ടാകും? സ്പോറുകൾ ഉണ്ടാകും. ഇത്ര ഓർത്ത് വെച്ചോ. ചില ചെടികൾ ഏതാന്ന് വെച്ചാൽ സെലാജിനെല്ല, ഇക്വിസിറ്റം. സെലാജിനെല്ല, ഇക്വിസിറ്റും ടെറിഡോഫൈറ്റുകളാ. ഈ 2 ടെറിഡോഫൈറ്റുകൾ എന്താ പറ്റുമെന്നറിയാമോ? ഈ ലീഫ് ഉണ്ടല്ലോ, ഈ കാണുന്ന ലീഫ്, ഇതാണ് ലീഫ് എന്നിരിക്കട്ടെ. ഈ ലീഫുകളൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന്, ഈ കുറെ ലീഫുകൾ കൂടിച്ചേർന്നിട്ട്, ഇങ്ങനെ ലീഫുകൾ കൂടിച്ചേർന്നിട്ട് ഒരു കോണ് പോലെ കാണുക. കോണ് പോലെ കാണുക. ഈ കോണ് പോലെ കാണും. ഈ കോണുകളെ വിളിക്കുന്ന പേരാണ്, കോണുകൾ അല്ലെങ്കിൽ സ്ട്രോബിലി എന്നൊക്കെ വിളിക്കും നമ്മളിങ്ങനെ. കോണ് അല്ലെങ്കിൽ സ്ട്രോബിലി എന്നൊക്കെ വിളിക്കും. അതെങ്ങനെ ഉണ്ടായേ? കുറെ ലീഫുകൾ കൂടി ചേർന്നിട്ടാ. ലീഫിനെ എന്താ വിളിക്കുക? സ്പോറോഫിൽ. കുറെ സ്പോറോഫിൽ ഗ്രൂപ്പ് ആയിട്ടാ, കുറെ സ്പോറോഫിൽ കൂടി ചേർന്ന് കോണുകൾ കാണാം, സ്ട്രോബിലി കാണാം. എവിടാ സാർ? സെലാജിനെല്ലയിലും ഇക്വിസിറ്റത്തിലും. സെലാജിനെല്ലയിലും ഇക്വിസിറ്റത്തിലും കുറെ ലീഫുകൾ കൂടി ചേർന്ന് കോണുകളായിട്ടോ സ്ട്രോബിലി ആയിട്ടോ കാണാം. ഇനി അവരുടെ റീപ്രൊഡക്ഷൻ നോക്കിക്കോ. ഇവരുടെ റീപ്രൊഡക്ഷൻ നോക്കേ. ഇവരുടെ റീപ്രൊഡക്ഷൻ ഞാൻ ഗെമറ്റോഫൈറ്റ് എന്നാ തുടങ്ങിയത് അല്ലേ? ഇനി ഞാൻ ഇവരുടെ റീപ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നത് സ്പോറോഫൈറ്റ് എന്നാ. ടെറിഡോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ ഞാൻ സ്പോറോഫൈറ്റ് എന്നാ തുടങ്ങുന്നത്. ശ്രദ്ധിച്ചോ, ഇതാണ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് ലീഫ് ഉണ്ട്. ആ ലീഫിന്റെ പേരെന്താ? സ്പോറോഫിൽ ഉണ്ട്. ഈ സ്പോറോഫിൽ കാണുന്ന സഞ്ചി ആരാ? സ്പൊറാഞ്ചിയമാണ്. ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ മിയോസിസ് നടന്നിട്ടാ എന്തുണ്ടാകുക? സ്പോർ ഉണ്ടാകുക. ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ മിയോസിസ് നടന്ന് സ്പോർ ഉണ്ടാകും. സ്പോറ് നിലത്ത് വീണ് എന്തായിക്കോളും? ഗെമറ്റോഫൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ, സ്പോറാണ് ഗെമറ്റോഫൈറ്റ് ആയിട്ട് മാറുക. ഗെമറ്റോഫൈറ്റ് ഉണ്ടാക്കുന്ന ഗെമൈറ്റ് കൂടിച്ചേർന്ന് സൈഗോട്ട് ആകും. സൈഗോട്ടാണ് പിന്നീട് സ്പോറോഫൈറ്റ് ആകുക. ഈ സ്പോർ വളരും, ഗെമറ്റോഫൈറ്റ് ആകും. ഗെമറ്റോഫൈറ്റിന്റെ വേറൊരു പേരെന്താ? പ്രോതാലസ് എന്നാ വിളിക്കുക. ബ്രയോഫൈറ്റിന്റെ
ഗെമറ്റോഫൈറ്റിന്റെ വേറൊരു പേരെന്താ? പ്രോട്ടോണിമ എന്നാണ് വിളിക്കുക. അപ്പൊ നോക്ക്, ഗെമറ്റോഫൈറ്റ് ഉണ്ടായി, പ്രോതാലസ് ഉണ്ടായി, അതിൽ മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, അതിന്റെ പേരെന്താ? ആന്ത്രിഡിയം. ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, അതിന്റെ പേരെന്താ? ആർക്കിഗോണിയം. ആന്ത്രിഡിയം ആന്ത്രോസോയിഡ്സ് എന്ന മെയിൽ ഗെമേറ്റ് ഉണ്ടാക്കി, ആർക്കിഗോണിയം എഗ് എന്ന ഫീമെയിൽ ഗെമേറ്റ് ഉണ്ടാക്കി. വാട്ടറിന്റെ സഹായത്തിൽ മെയിൽ ഗെമേറ്റ് ഫീമെയിൽ ഗെമേറ്റിന്റെ അടുത്തേക്ക് വന്ന് കൂടിച്ചേർന്നു. അപ്പൊ എന്തുണ്ടായി? സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത സ്പോറോഫൈറ്റ് ആകുക. ഓക്കെ, ഇത് ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷനാ, സെക്ച്വൽ റീപ്രൊഡക്ഷൻ. ഇത് ടെറിഡോഫൈറ്റിന്റെ സെക്ച്വൽ റീപ്രൊഡക്ഷനാ. ഇത് ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ ഞാൻ ഗെമറ്റോഫൈറ്റിൽ നിന്ന് തുടങ്ങിയാ പറഞ്ഞത്. എവിടെ തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. എന്നാൽ ടെറിഡോഫൈറ്റിന് ഞാൻ സ്പോറോഫൈറ്റിൽ നിന്നാണ് തുടങ്ങിയത്. അതിന്റെ പ്രധാന കാരണം എന്താ അറിയാമോ? ബ്രയോഫൈറ്റിന്റെ മെയിൻ ഭാഗം സ്പോറോഫൈറ്റിനേക്കാൾ ഗെമറ്റോഫൈറ്റ് ആണ്. നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചോ, ബ്രയോഫൈറ്റിന്റെ മെയിൻ ഭാഗം സ്പോറോഫൈറ്റിനേക്കാൾ ഗെമറ്റോഫൈറ്റ് ആണ്. എന്നാൽ ടെറിഡോഫൈറ്റിലേക്ക് വരുമ്പോൾ എല്ലാ ചെടിക്കും രണ്ടും ഉണ്ട്. ബ്രയോഫൈറ്റിനും ഗെമറ്റോ ഉണ്ട്, സ്പോറോ ഉണ്ട്. ടെറിഡോഫൈറ്റിനും ഗെമറ്റോ ഉണ്ട്, സ്പോറോ ഉണ്ട്. ബ്രയോഫൈറ്റിലേക്ക് വരുമ്പോൾ മെയിൻ ഭാഗം ഗെമറ്റോഫൈറ്റ് ആണ് സ്പോറോഫൈറ്റിനേക്കാളും. ടെറിഡോഫൈറ്റിലേക്ക് വരുമ്പോൾ മെയിൻ ഭാഗം സ്പോറോഫൈറ്റ് ആണ് ഗെമറ്റോഫൈറ്റിനേക്കാളും. അതാണ് ഞാൻ സ്പോറോഫൈറ്റിൻ തുടങ്ങിയത്, അതാണ് ഇവിടെ ഞാൻ ഗെമറ്റോഫൈറ്റിൻ തുടങ്ങിയത്. മനസ്സിലായോ? എത്ര ഉള്ളു മക്കളെ? അടുത്ത നോക്കി, സെലാജിനല്ല സാൽവീനിയ, ഈ രണ്ട് ചെടികളും ഈ രണ്ട് ടെറിഡോഫൈറ്റും രണ്ട് ടൈപ്പ് ഓഫ് സ്പോർ ഉണ്ടാക്കും. ഒന്ന് വലിയ സ്പോറാണ്, ഒന്ന് ചെറിയ സ്പോറാണ്. ഈ ഡിഫറെന്റ് ടൈപ്പ് സ്പോർ ഉണ്ടാക്കും, അതിനെ എറ്ററോസ്പോസ് എന്നാ വിളിക്കുക. ഡിഫറെന്റ് ടൈപ്പിൽ സ്പോർ ഉണ്ടാക്കുന്നതിനെ എറ്ററോസ്പോസ് പ്രൊഡക്ഷൻ എന്നാ വിളിക്കുക. സെലാജിനല്ല ആയിക്കോട്ടെ സാൽവീനിയ ആയിക്കോട്ടെ സാർ, പ്രൊഡ്യൂസ് എറ്ററോസ്പോസ്. ഡിഫറെന്റ് ക്യാരക്ടർ ഉള്ള സ്പോർ ഉണ്ടാക്കുക. ഈ ഡിഫറെന്റ് ക്യാരക്ടർ ഉള്ള സ്പോർ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ സീഡ് ഉണ്ടാക്കാനുള്ള കഴിവ് കൂടുതലാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, അത് പറയാനാണ് കുറെ ഉണ്ട് മക്കളെ. സെലാജിനല്ല ആയിക്കോട്ടെ സാൽവീനിയ ആയിക്കോട്ടെ, എറ്ററോസ്പോസ് ഉണ്ടാക്കുന്ന കാരണം സീഡ് ഉണ്ടാക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. ഫസ്റ്റ് സൈൻ ഓഫ് സീഡ് ഹാബിറ്റ്, സീഡ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സൈൻ ഇവരുമായി നിന്നാ തുടങ്ങണത്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ആൽഗയ്ക്ക് സീഡ് ഉണ്ടാക്കാൻ കഴിവില്ല, ഈ ബ്രയോഫൈറ്റിന് സീഡ് ഉണ്ടാക്കാൻ കഴിവില്ല, ടെറിഡോഫൈറ്റിൽ സീഡ് ഉണ്ടാക്കാൻ കഴിവില്ല ഒട്ടുമിക്കവർക്കും. പക്ഷേ സെലാജിനല്ലയും സാൽവീനിയയും രണ്ടുപേരും ടെറിഡോഫൈറ്റാ. ഈ രണ്ടു പേര് എറ്ററോസ്പോസ്, ഡിഫറെന്റ്, ഒന്ന് സ്മോൾ ഒന്ന് ലാർജ്, ഡിഫറെന്റ് സ്പോസ് ഉണ്ടാക്കുന്ന കാരണം സീഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സൈൻ ഓഫ് സീഡ് ഹാബിറ്റ്, സീഡ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ലക്ഷണം കാണിച്ച രണ്ട് ചെടികൾ ആരൊക്കെയാ? സെലാജിനല്ലയും സാൽവീനിയുമാ. മക്കളെ ടൈപ്പുകൾ ഉണ്ട്, ഇത് നാലുമാണ് ടെറിഡോഫൈറ്റിന്റെ ടൈപ്പുകൾ. ലൈക്കോപ്സിഡ, എക്സാമ്പിൾ ലൈക്കോപോഡിയം സെലാജിനല്ല. തീറോപ്സിഡ, ടെറിസ്, ഡ്രയോപ്റ്റെറിസ്, അഡയാൻറ്റം. സ്പീനോസിഡ അടുത്ത ടൈപ്പാണ്, അതിന് എക്സാമ്പിൾ ആണ് എക്യുസിറ്റം. സീലോപ്സിഡ ഒരു അടുത്ത ടൈപ്പാണ്, അതിന് എക്സാമ്പിൾ ആണ് സീലോട്ടം. ഇത് നാലും ടൈപ്പാണ്, ഇത് അവരുടെ എക്സാമ്പിൾ ആണ്, പഠിച്ചു വെച്ചേക്കണം. അടുത്ത ജിംനോസ്പോമുകൾ, അടുത്ത ചോദ്യം വരുന്ന ഭാഗമാണ് ജിംനോസ്പോം. ജിംനോസ്പോമിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ഇവര് ഫ്രൂട്ട് ഉണ്ടാക്കില്ല, ഇവര് ഫ്ലവർ ഉണ്ടാക്കില്ല, പക്ഷെ ഇവര് എന്തുണ്ടാക്കും? സീഡ് ഉണ്ടാക്കും. കണ്ടോ, ഇവിടെ മുതൽ സീഡ് ഉണ്ടാക്കും, ഇനിയുള്ളവരൊക്കെ സീഡ് ഉണ്ടാക്കുന്നവരാ. സീഡ് ഉണ്ടാക്കും. ഈ സീഡുകളുടെ പ്രത്യേകം നമ്മുടെയൊക്കെ വീട്ടില് ഫ്രൂട്ടിന്റെ ഉള്ളിലാ എന്ത് കാണുക? സീഡ് കാണുക. ഫ്രൂട്ടിനെ കവർ ചെയ്ത് സീഡ് കാണും. എന്നാൽ ഇവർക്ക് ഫ്രൂട്ട് ഉണ്ടാക്കാൻ കഴിവില്ലല്ലോ, അപ്പൊ ഫ്രൂട്ടിനെ കവർ ചെയ്ത് സീഡ് കാണില്ല, സീഡ് മാത്രമായിട്ടാ കാണുക. അതിനെ കവർ ചെയ്ത് ആര് കാണില്ല? ഫ്രൂട്ട് കാണില്ല. സീഡിന് ഫ്രൂട്ടിന്റെ കവറിങ് കാണില്ല. നോർമലി കവറിങ് ഉണ്ട്, പക്ഷെ ഇവർക്ക് ജിംനോസ്പോമുകൾക്ക് സീഡിനെ കവർ ചെയ്ത് ഫ്രൂട്ട് കാണില്ല. അതുകൊണ്ട് സീഡ് തുറന്നായിരിക്കുക, പുറത്തേക്ക് എല്ലാവർക്കും കാണാൻ പറ്റും സീഡിനെ. അതുകൊണ്ട് അങ്ങനെയുള്ള സീഡിന്റെ പേരാ നേക്കഡ് സീഡഡ് പ്ലാന്റ്. നേക്കഡ് എന്ന് പറഞ്ഞാൽ കവറിങ് ഇല്ലാത്ത സീഡ് ഉള്ള പ്ലാന്റ്. അതാരാ? ജിംനോസ്പോം. കാരണം എന്താ? സാധാരണ ഒരു സീഡിന്റെ കവറിങ് ആരാ? ഫ്രൂട്ടാ. ആ ഫ്രൂട്ട് ഇവരുണ്ടാക്കുന്നില്ല. ഫ്രൂട്ട് ഉണ്ടാക്കാത്ത കാരണം സീഡ് മാത്രമേ കാണൂ, സീഡിന് കവറിങ് ഇല്ല. കവറിങ് ഇല്ലാത്ത സീഡ് ഉള്ള പ്ലാന്റ് ജിംനോസ്പോമുകളാ. ഇവർക്ക് എന്തുണ്ട് സാറേ? ട്രൂ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. യഥാർത്ഥ റൂട്ടും സ്റ്റെമ്മും ലീഫൊക്കെ ഉണ്ട്. സ്റ്റെമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെമ്മ് ബ്രാഞ്ചഡ് ആയിട്ട് കാണാം. സ്റ്റെമ്മ് കുറെ ബ്രാഞ്ചഡ് ആയിട്ട് കാണാം പൈനസ്, സിഡ്രസ് പോലുള്ള ജിംനോസ്പോമുകളില്. അൺബ്രാഞ്ചഡ് ആയിട്ട് സ്റ്റെമ്മ് കാണാം സൈക്കസില്. സ്റ്റെമ്മ് ബ്രാഞ്ചഡും അൺബ്രാഞ്ചഡ് ആണ്. ബ്രാഞ്ചഡ് പൈനസും സിഡ്രസിലൊക്കെ, അൺബ്രാഞ്ചഡ് ആണ് സൈക്കസില്.
റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാപ്പ് റൂട്ട് എന്താണെന്ന് മോർഫോളജി പഠിച്ചിട്ടുണ്ടല്ലോ. ആദ്യം ഒരു പ്രൈമറി റൂട്ട് വരും, പിന്നെ കുറെ സെക്കൻഡറി റൂട്ടുകൾ വരും, പിന്നെ സെക്കൻഡറി റൂട്ടുകൾ ടേർഷ്യറി റൂട്ടായിട്ട് മാറും. ഇതാണ് ടാപ്പ് റൂട്ടാണ് ഉള്ളത് ജിംനോസ്പേമുകൾക്ക്. ഈ റൂട്ടുകൾ, ചില റൂട്ടുകൾ ഉണ്ടല്ലോ, അത് ഏതാ? പൈനസ് ചെടി. പൈനസ് എന്ന് പറഞ്ഞാലും സൈക്കസ് എന്ന് പറഞ്ഞാലും ജിംനോസ്പേമുകൾക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്ലാന്റാ. ഈ പൈനസ് ചെടിന്റെ റൂട്ടില് ഫംഗസ് കയറി ഇരിക്കാറുണ്ട്. പൈനസ് ചെടി ഇതാന്നിരിക്കട്ടെ, ഇതാണ് പൈനസ് ചെടി സാർ. ഈ പൈനസ് ചെടിന്റെ റൂട്ടിൽ ആര് കയറിയിരിക്കും? ഫംഗസുകൾ കയറിയിരിക്കാറുണ്ട്. പൈനസ് ചെടിന്റെ റൂട്ടിൽ ഫംഗസ് കയറിയിരിക്കും. അപ്പം ആ റൂട്ടിനെയും ഫംഗസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലൈക്കൻ. സോറി, എന്താ മക്കളെ വിളിക്കുക? ലൈക്കൻ അല്ലല്ലോ, ലൈക്കൻ മൈക്കോറൈസ. എന്താ വിളിക്കുക? മൈക്കോറൈസ എന്നാ വിളിക്കുക. ലൈക്കൻ ആൽഗയും ഫംഗസ് ആണ്. റൂട്ടിൽ ഫംഗസ് കയറിയെന്ന് നമ്മൾ വിളിക്കുന്ന പേരെന്താ മക്കളെ? എന്താ വിളിക്കുക? മൈക്കോറൈസ എന്നാണ് വിളിക്കുക. മൈക്കോറൈസ എന്നാ വിളിക്കുക സാർ. പൈനസിന്റെ റൂട്ടിൽ ഫംഗസ് കയറിയിരുന്നാൽ മൈക്കോറൈസ എന്നാ വിളിക്കുക. ഇനി നോക്ക്, അടുത്ത ചെടിയാ, അടുത്ത ജിംനോസ്പേമാണ് ടെറിഡോഫൈറ്റ്. അവരുടെ റൂട്ടില് ആര് കയറിയിരിക്കും എന്നറിയാമോ? അവരുടെ റൂട്ടിൽ ഫംഗസ് അല്ല ഇരിക്കുക. അവരുടെ റൂട്ടിൽ ഇരിക്കുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗകളാ, ബാക്ടീരിയകളാ. ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറഞ്ഞാൽ ആൽഗകളല്ല, ബാക്ടീരിയകളാ. ഈ സൈക്കസിന്റെ റൂട്ടില്, സൈക്കസിന് ടാപ്പ് റൂട്ടാ, ആ റൂട്ടില് ബ്ലൂ ഗ്രീൻ ആൽഗ കയറിയിരിക്കും. അങ്ങനെ കയറിയിരിക്കുന്ന റൂട്ടിന്റെ പേരാണ് കോറലോയിഡ് റൂട്ട്. ഇവിടെ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ പേരല്ല. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ആ കയറിയിരിക്കുന്ന റൂട്ടിനെയും ഫംഗസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാ. ഇവിടെ എന്താ? ഈ ബ്ലൂ ഗ്രീൻ ആൽഗ കയറിയിരിക്കുന്ന സൈക്കസിന്റെ റൂട്ട്, ആ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് കോറലോയിഡ് റൂട്ട്. ഇത് റൂട്ടിന്റെയും ഫംഗസിനെയും ചേർത്ത് വിളിക്കുന്ന പേര് മൈക്കോറൈസ. ഇത് ബ്ലൂ ഗ്രീൻ ആൽഗ കയറിയിരിക്കുന്ന റൂട്ടിനെ മാത്രം വിളിക്കുന്ന പേരാണ് കോറലോയിഡ് റൂട്ട്. അപ്പം കോറലോയിഡ് റൂട്ട് കാണുന്നത് സൈക്കസില്, മൈക്കോറൈസ ഉണ്ടാകുന്നത് പൈനസില്. ഓക്കെ, ലീഫ്. സ്റ്റെമ്മ് പറഞ്ഞു, റൂട്ട് പറഞ്ഞു, ലീഫ് സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ലീഫ് ഉണ്ട്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ സിമ്പിൾ ലീഫ്? സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നതാണ് സിമ്പിൾ ലീഫ്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നത്. കോമ്പൗണ്ട് പറഞ്ഞാൽ ഒറ്റ പോയിന്റിൽ നിന്ന് കുറെ ഉണ്ടാകും, അതാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാല്. സിമ്പിൾ ലീഫ് പൈനസിലാണ് കാണുക, കോമ്പൗണ്ട് ലീഫ് കാണുന്നത് സൈക്കസിലാണ്. മോർഫോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി എന്താണെന്നറിയാം മക്കളെ, ഈ ലീഫ് ഉണ്ടല്ലോ, ഇവരുടെ ഈ ലീഫ്, ഈ ജിംനോസ്പേമുകളുടെ ലീഫ് അൺഫേവറബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കണ്ടീഷൻ, നല്ല ചൂട്, നല്ല തണുപ്പ്, നല്ല കാറ്റ്, ഈ അൺഫേവറബിൾ കണ്ടീഷൻ എങ്ങനെ തരണം ചെയ്യാന്നറിയാമോ? കാരണം ഇവരുടെ ലീഫിന് എന്തുണ്ടെന്നറിയാമോ? ഒരു കവറിങ് ഉണ്ട്. ഈ ലീഫിന് ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിന്റെ പേരാണ് ക്യൂട്ടിക്കിൾ. ആ ക്യൂട്ടിക്കിൾ നല്ല തിക്കാണ് കേട്ടോ, തിക്ക് ക്യൂട്ടിക്കിളും ഉണ്ട്. അത് മാത്രല്ല, ലീഫിന്റെ സൈഡിലുള്ള ഓപ്പണിങ്ങിന്റെ പേരാ സ്റ്റൊമാറ്റ. ലീഫിന്റെ സൈഡിലുള്ള ഓപ്പണിങ്ങിന്റെ പേര് സ്റ്റൊമാറ്റ എന്നാ വിളിക്കുക. ഈ സ്റ്റൊമാറ്റ ലീഫിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയായിരിക്കുക കുറച്ചുകൂടെ. ഇതാണ് ലീഫ് സർഫസ് എന്നിരിക്കട്ടെ. സാധാരണ സർഫസിലാണ് സ്റ്റൊമാറ്റ കാണുക. എന്നാല് നമ്മുടെ ജിംനോസ്പേമുകളുടെ ലീഫ്, ഇതാണ് ലീഫിന്റെ സർഫസിലാണ് സ്റ്റൊമാറ്റ കാണുക. എന്നാൽ ഇവര് വൃത്തികെട്ട കണ്ടീഷനെ തരണം ചെയ്യാൻ ഇവര് സ്റ്റൊമാറ്റേനെ കുറച്ച് ഉള്ളിലേക്കാ വെക്കുക. സാധാരണ ഇവിടെ അല്ലേ കാണണ്ടേ, ഇവർ കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് സ്റ്റൊമാറ്റേനെ വെക്കുക. ഉള്ളിലിരിക്കുന്ന സ്റ്റൊമാറ്റേന്റെ പേരാണ് സങ്കൺ സ്റ്റൊമാറ്റ. ഉള്ളിലിരിക്കുന്ന സ്റ്റൊമാറ്റേന്റെ പേരെന്താ? സങ്കൺ സ്റ്റൊമാറ്റ എന്നാണ് വിളിക്കുക. ഈ സങ്കൺ സ്റ്റൊമാറ്റ ഉള്ളത് കൊണ്ടും ഉള്ളിൽ കയറിയിരിക്കുന്ന സ്റ്റൊമാറ്റ ഉള്ളത് കൊണ്ടും ഈ ലീഫിനെ കവർ ചെയ്ത് തിക്ക് ക്യൂട്ടിക്കിൾ ഉള്ളത് കൊണ്ടുമാണ് ജിംനോസ്പേമുകൾ അൺഫേവറബിൾ കണ്ടീഷൻ തരണം ചെയ്യുന്നത്. ഒരു വട്ടം 2 മാർക്കിനെ ചോദിച്ചതാ, എങ്ങനെയാണ് ജിംനോസ്പേമുകൾ അൺഫേവറബിൾ കണ്ടീഷൻ തരണം ചെയ്യുക, വൃത്തികെട്ട കണ്ടീഷൻ തരണം ചെയ്യുക? അവരുടെ ലീഫിനെ കവർ ചെയ്തൊരു തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്. ആ ലെയറിന്റെ പേരാണ് തിക്ക് ക്യൂട്ടിക്കിൾ. ലീഫിനെ കവർ ചെയ്യുന്ന ഒരു മെഴുക് പോലുള്ള സാധനം, ആ കവറിങ്ങിന്റെ പേരാ ക്യൂട്ടിക്കിൾ. അത് തിക്കാണ്. സ്റ്റൊമാറ്റ ലീഫിന്റെ സർഫസിലല്ല ഇരിക്കുക, കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുക. ലീഫിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സ്റ്റൊമാറ്റേന്റെ പേരെന്താ? സങ്കൺ സ്റ്റൊമാറ്റ. ഈ സങ്കൺ സ്റ്റൊമാറ്റ ഉള്ളത് കൊണ്ടും തിക്ക് ക്യൂട്ടിക്കിൾ ആയതുകൊണ്ടുമാണ് നമ്മുടെ ജിംനോസ്പേമുകൾ വൃത്തികെട്ട കണ്ടീഷനെ മറികടക്കുക. ഇനി അടുത്ത ലാസ്റ്റ് ആളാ മക്കളെ ആൻജിയോസ്പേം. ആൻജിയോസ്പേമുകൾ ഫ്ലവർ ഉണ്ടാക്കും, ഫ്രൂട്ട് ഉണ്ടാക്കും. ഫ്ലവറും ഫ്രൂട്ടും രണ്ടും ഉണ്ടാക്കുന്ന ഒറ്റ പ്ലാന്റ് ആൽഗയാണോ? അല്ല. ബ്രയോഫൈറ്റ് ആണോ? അല്ല. ടെറിഡോഫൈറ്റ് ആണോ? അല്ല. ജിംനോസ്പേം ആണോ? അല്ല. ആൻജിയോസ്പേം ആണോ? അല്ലല്ലാണ്. ബ്രയോഫൈറ്റുകൾ ആൻജിയോസ്പേമുകളെ ഫ്ലവറും ഫ്രൂട്ടും ഉണ്ടാക്കും. ഫ്ലവർ ഉണ്ടാക്കുന്ന പ്ലാന്റ് എന്ന് കേട്ടാൽ എഴുതി വെച്ചോ, ആൻജിയോസ്പേമ.
ഇവര് ചെറിയ ആൾക്കാർ, മൈക്രോസ്കോപ്പിക് കൂടെ മാത്രം കാണുന്ന ആൻജിയോസ്പെമുകൾ ഉണ്ട്. അതിന്റെ പേരാണ് വോൾഫിയ. ടോള്, നല്ല നീളം കൂടിയ ആൻജിയോസ്പെമുകൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് യൂക്കാലിപ്റ്റസ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വോൾഫിയ മുതൽ ടോൾ ആയിട്ടുള്ള യൂക്കാലിപ്റ്റസ് വരെ ഉണ്ട് ഈ ഗ്രൂപ്പില്. വോൾഫിയ മുതൽ യൂക്കാലിപ്റ്റസ് വരെ ഉണ്ട് ഈ ഗ്രൂപ്പില്. ഇവർ 2 ടൈപ്പ് ഉണ്ട് മക്കളെ, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡൈക്കോട്ടിലിഡൻസ്, മോണോകോട്ട്. ഡൈക്കോട്ട്, മോണോകോട്ട്. ആൽഗേന്റെ ടൈപ്പ് ഏതൊക്കെ? ആൽഗേന്റെ ടൈപ്പ് ഏതൊക്കെ? ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയ, റോഡോഫൈസിയ. ബ്രയോഫൈറ്റിന്റെ ടൈപ്പ് ഏതൊക്കെയാ മക്കളെ? പറ. ലിവോവോസ്, മോസസ്. ടെറിഡോഫൈറ്റിന് എക്സാമ്പിൾ ഏതൊക്കെ? ടെറിഡോഫൈറ്റിന്റെ ടൈപ്പുകൾ ഏതൊക്കെ? ടെറിഡോഫൈറ്റിന്റെ ടൈപ്പുകളാണ് ഇത്. ഏതൊക്കെ? ലൈക്കോപ്സിഡ, ടീറോപ്സിഡ, സ്ഫീനോസിഡ, സീലോട്ടം. ജിംനോസ്പെമുകളുടെ ടൈപ്പായിട്ട് അങ്ങനെ നമ്മളൊന്നും പറയുന്നില്ല. നേരെ ആൻജിയോസ്പെമിന്റെ ടൈപ്പുകൾ ഏതൊക്കെ? ഡൈക്കോട്ടിലിഡൻസ്, ഡൈക്കോട്ട്, മോണോകോട്ട്. ഇത്രയുള്ള മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ചാപ്റ്ററായ നമ്മുടെ പ്ലാന്റ് കിങ്ഡം നിങ്ങൾക്ക് സിമ്പിളായി എന്ന് കരുതുന്നു. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണം. ഉത്തരം ഒന്ന് പറഞ്ഞു തരണം എനിക്ക്. എന്താണെന്നറിയാമോ സാറേ? എന്താണെന്നറിയാമോ? എൻ്റെ ചോദ്യം ഇതാണ് മക്കളെ. എന്ത് സാറേ ചോദ്യം ഇതെന്താ? ചോദ്യം എൻ്റെ തലയിലൊന്നും വരുന്നില്ലല്ലോ മക്കളെ. എൻ്റെ ചോദ്യം ഇതാണ് മക്കളെ. എന്ത്? എൻ്റെ ചോദ്യം, പ്ലാന്റ് കിങ്ഡത്തെ ക്ലാസിഫൈഡ് ബൈ പ്ലാന്റ് കിങ്ഡം ക്ലാസിഫൈ ചെയ്ത സയന്റിസ്റ്റ് ആരാ? ആ സയന്റിസ്റ്റുകളാണ് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് എന്നൊക്കെ തരംതിരിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ എന്ന് കൂടി നിങ്ങൾ പറയണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകളാണ് എൻ്റെ എനർജി മക്കളെ. ഓക്കെ, ഈ ഉത്തരവും ഒന്ന് പറഞ്ഞേക്കണേടാ. ബൈ.